ഒരു മനുഷ്യൻ എങ്ങനെയോ ഒരു വന്യമായ കാട്ടിൽ അകപ്പെട്ടു പോയി. എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ആ വന്യമായ കാട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. വല്ലാതെ ഉഴറിയ മനുഷ്യൻ, വെപ്രാളപ്പെട്ട് ഓടി നടന്ന മനുഷ്യൻ അവസാനം ഒരു നിമിഷം കണ്ണുപൂട്ടി അവനവനോട് തന്നെ ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ഓർത്തത്. ചെറുപ്പത്തിൽ, ബാല്യത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മച്ചി അദ്ദേഹത്തെ ഒരു കഥ പഠിപ്പിച്ചിട്ടുണ്ട്. വല്യമ്മച്ചി എന്താണ് ഒരു കാര്യം പറഞ്ഞു കൊടുത്തത്? നീ അബദ്ധവശായി ഏതെങ്കിലും വിധത്തിൽ ഒരു കാട്ടിലകപ്പെട്ടു പോയാൽ കാടിന് പുറത്ത് കടക്കാൻ ഒരു വഴിയുണ്ട്. വഴി എന്താണെന്നറിയാമോ? നീരൊഴുക്കുകളെ പിന്തുടർന്ന് നടന്നാൽ മതി. ചെറിയ നീർത്തടാകങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒഴുക്കുകളെ പിന്തുടർന്ന് നടന്നാൽ അതിനരികെ ഒരു ജനസമൂഹം പാർക്കുന്നിടത്ത് നിനക്ക് ചെന്നെത്താൻ കഴിയും. വനത്തിന് പുറത്ത് കടക്കാൻ കഴിയും. ആരാണ് വിശുദ്ധരെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിങ്കിലേക്ക്, ഈ വ്യർത്ഥലോകത്തിലെ ജീവിതത്തിൻ്റെ മധ്യേ അതിന് പുറത്തേക്ക് ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്ന നീരൊഴുക്കുകളുടെ പേരാണ് വിശുദ്ധർ. അങ്ങനെയെങ്കിൽ ഈ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് നമ്മളിവിടെ ഇരിക്കുമ്പം ഇന്ന് അമ്മയുടെ ജീവിതം കാച്ചിക്കുറുക്കുന്ന രണ്ട് പദങ്ങൾ മാത്രം ഉപയോഗിക്കാനാണ് ഈ ആമുഖവാക്യം. നിങ്ങൾ ഒരുപക്ഷെ ഞാൻ കുറിവാക്യം വായിച്ചപ്പോഴേ ചിന്തിച്ച് കാണും, ഇത് ഞങ്ങൾ കേട്ട് തഴമ്പിച്ച പ്രസംഗം വെച്ച് അല്ലയോ അച്ഛാ. ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് പ്രസംഗിക്കാനോ ദൈവമാതാവിനെക്കുറിച്ച് പറയുവാനോ അല്ല ആഗ്രഹിക്കുന്നത്. പക്ഷെ അവളുടെ ജീവിതത്തിൻ്റെ ഒരു സംഗ്രഹം, ഒരു സമ്മറി എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് വാക്യങ്ങളെ ഒന്ന് കാച്ചിക്കുറുക്കിയെടുക്കും ഞാൻ. അവൾ പറഞ്ഞ എന്താണ്? മറിയാം പറഞ്ഞ എന്തെന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇച്ചിരിയും കൂടെ രസകരമാണ്. ആൻഡ് മേരി സെഡ്, മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ്. അടുത്ത വഴി, ആൻഡ് മൈ സ്പിരിറ്റ് റിജോയ്സസ് ഇൻ ഗോഡ് മൈ സേവിയർ. ഞാൻ ഈ രണ്ട് വാക്യങ്ങളെ കാച്ചിക്കുറുക്കിയിട്ട് അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങളെ പഠിപ്പിക്കാം. എൻ്റെ ഉടയവൻ കർത്താവാണ്, എൻ്റെ ഉടയവൻ കർത്താവാണ്. അവൾ ദൈവപദ്ധതിക്ക് വിധേയമാകുന്ന സമയത്ത് മാലാഖയോട് അവൾ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? കാര്യങ്ങളൊക്കെ വിവരിച്ചതിന് ശേഷം അവളുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ദാസി എന്നതിൻ്റെ റൂട്ട്, ആ ടേമിൻ്റെ ഗ്രീക്ക് ടെക്നോളജി നോക്കിയാൽ പറയുന്ന അർത്ഥം ഇതാണ്: ഇനി എൻ്റേതായ ഒരു വ്യക്തിത്വം എനിക്കില്ല. അറിയപ്പെടുന്ന ആരുടെ വ്യക്തിത്വത്തിലാണ്? ഞാൻ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പുത്രൻ്റെ വ്യക്തിത്വത്തിൽ. അതുകൊണ്ടാണ് അവൾ തന്നെ വീണ്ടും ഒരു വിപ്ലവഗാനത്തിൽ പാടുന്നുണ്ട്. സമൂഹം മുഴുവൻ അവളെ ഒറ്റപ്പെടുത്തി, വ്യഭിചാര കുറ്റത്തിൽ അവളെ അകപ്പെടുത്തി, ആരോപണങ്ങൾക്ക് വിധേയാക്കി. പക്ഷെ അവ അതിൻ്റെ മധ്യത്തിൽ പ്രത്യാശയോടുകൂടി ഒരു വാക്യം പറയുന്നുണ്ട്: തലമുറകൾ എന്നെ ഭാഗ്യവതിയെന്ന്. അതുകൊണ്ട് ഇന്നും പൗരസ്ത്യ സഭ ദൈവമാതാവിനെ വിളിക്കുന്ന പേര് തെയോറ്റോക്കോസ്, ദൈവപ്രസവിത്രി, അല്ലേ? ഇതാണ് അവളുടെ ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റി, സമ്മറി. എൻ്റെ ഉടയവൻ എൻ്റെ കർത്താവാണ്, മൈ സേവിയർ ഈസ് മൈ ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഒരുപാട് ജീവിതം കണ്ടവരാ. ഞാൻ ഏകദേശം 35 വർഷമായി ഈ ലോകത്തിൽ വന്നിട്ട്. എനിക്കെൻ്റെ 30ാമത്തെ വയസ്സിൽ ഏകദേശം ഒരു ധാരണ കിട്ടി എന്താണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ജീവിക്കുന്നേ? നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചേ? നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞുങ്ങളുണ്ടായി? നിങ്ങൾ എന്തിനാ കുഞ്ഞുങ്ങളെ വളർത്തുന്നേ? ഉത്തരവ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാവോ? കാര്യമായിട്ടൊന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ പലതിനും ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ആരാധനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെ കണ്ടെത്താൻ, അർത്ഥത്തെ കണ്ടെത്താൻ സഹായിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിന് അർത്ഥം കണ്ടെത്തി അമ്മ പറഞ്ഞു, എൻ്റെ ഉടയവൻ കർത്താവാ. ജീവിതാന്ത്യം വരെയും ആ ഒരു പ്രാർത്ഥനയോട് ചേർന്ന് ഒരു ജീവിതം കാഴ്ചവെച്ചവൾ. നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ ആ ആത്മീയ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന 3 കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മനഃശാസ്ത്രത്തിലെ പ്രധാന ഒരു മനഃശാസ്ത്ര രീതിയാണ് ലോഗോതെറാപ്പി. അത് കണ്ടുപിടിച്ച ആൾ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, മനഃശാസ്ത്ര വിദഗ്ധൻ. അദ്ദേഹം ജീവിതാനുഭവത്തിൽ നിന്നാണ് പല കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിയത്. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഏകദേശം 13 ലക്ഷത്തോളം യഹൂദന്മാർ മരണപ്പെട്ടതിൽ നിന്ന് കുറച്ച് ആളുകൾ രക്ഷപ്പെട്ടതിലെ ഒരു മനുഷ്യനായിരുന്നു ഫ്രാങ്ക്ലിൻ. അദ്ദേഹം ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ പറ്റുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 3 കാര്യങ്ങളാണ് നമ്മുടെ ഈ സന്ധ്യയുടെ ധ്യാന വിഷയമായിട്ട് ഞാൻ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് ആരോപിക്കാൻ ശ്രമിക്കുന്നത്. 1, മീനിങ് ഓഫ് ലൈഫ് ത്രൂ എക്സ്പീരിയൻസ്. ഞാനതിനോട് ഒരു വാക്കുകൂടെ ചേർക്കുകയാണ്: മീനിങ് ഓഫ് ലൈഫ് ത്രൂ എക്സ്പീരിയൻസ് വിത്ത് ഗോഡ്. ദൈവാനുഭവത്തിൽ നിന്ന് ജീവിതത്തിന് ഒരർത്ഥം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഈ അടുത്തിടയിലാണ് പരിശുദ്ധ സഭ ചാര എന്ന് പറയുന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു, ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാ?
ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കന്മാരെ സംബന്ധിച്ചുകൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താ? എത്ര നല്ല ആളുകളാണ്. ഇങ്ങനെ തന്നെയാണ് പൊതുയോഗവും, ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ? ജാൾസണസിൻ്റെ ഒരു ഭാഗ്യം. ഏറ്റവും വലിയ ദാരിദ്ര്യം സമ്പത്തിൻ്റെ ആണോ? പലരുടെയും പോക്കറ്റ് ഇപ്പം ഇന്നത്തെ തിരുവോണ ബമ്പർ കിടപ്പുണ്ടായിരിക്കാം. അച്ഛാ 25 കോടി അടിച്ചാൽ പിന്നെ ഞങ്ങൾ നിലത്തും താഴെയൊന്നുമില്ല, ആണോ? എങ്ങനെയാണോ? സമ്പത്ത് കൊണ്ടെല്ലാമായോ? ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം ഏകാന്തതയാണ്, ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അനുഭവത്തിലൂടെ ജീവിതത്തിന് വളരെ ആഴമേറിയ ഒരു അർത്ഥം കണ്ടെത്തിയ ഒരു സ്ത്രീയെ ഞാൻ പരിചയപ്പെടുത്താം. അവളെ വേദപുസ്തകം പോലും അടയാളപ്പെടുത്തുന്നത് പാപിനിയായ സ്ത്രീ എന്നാണ്. കർത്താവിനെ ഒരു പ്രമാണി വിരുന്നതിനായിട്ട് ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ആ ഭവനത്തിൽ പ്രമുഖരായ വ്യക്തികളും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും കൂടിയിരിക്കുന്നിടത്ത് വ്യഭിചാരത്തിൽ ജീവിതം കഴിച്ചൊരു സ്ത്രീ, അല്ലേ? ഷി വാസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ തന്നെ കൃത്യമായിട്ട് വേദപുസ്തകവും അവിടെ കൂടിയിരുന്ന ജനവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആരാണവൾ? സ്വന്തം ശരീരം വിറ്റ് അന്യപുരുഷന്മാർക്ക് സ്വന്തം ശരീരം കാഴ്ചവെച്ച് ജീവിതം മുന്നോട്ട് നയിച്ചവളാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവൾ ക്രിസ്തുവിനെ കാണാൻ വന്നപ്പം അവളുടെ ജീവിതത്തിന്, ഭാവി ജീവിതത്തിന് വേണ്ടി കരുതി വെച്ച വളരെ വില കൂടിയ ഒരു തൈലക്കുപ്പി അവളുടെ കയ്യിലുണ്ടായിരുന്നു. ആരാധനയിൽ അത് കൃത്യമായിട്ട് പറയുന്നത് വളരെ മൂല്യമുള്ള തൈലത്തിൻ്റെ കുടം അവൾ ക്രിസ്തുവിൻ്റെ കാൽക്കൽ ഉടച്ചു കളഞ്ഞു എന്നാ വേദപുസ്തകത്തിൽ. എന്നാൽ അത് കണ്ടെത്താൻ അല്പം പ്രയാസമാണ്. എന്നാൽ അവളുടെ പ്രവേശനത്തെങ്കിൽ, ഈ ഭവനത്തിലേക്കുള്ള പ്രവേശനത്തിൽ, ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കുള്ള പ്രവേശനത്തിൽ അവളെ എല്ലാവരും ആരോപിക്കുന്ന കുറ്റം അവൾ ജീവിതത്തിൽ ഭ്രംശം സംഭവിച്ച സ്ത്രീയാണ്. പാപം എന്താണെന്ന് അറിഞ്ഞിട്ടും ഒരുപാട് പുരുഷന്മാർ ജീവിതത്തിലൂടെ കയറി ഇറങ്ങിപ്പോയൊരു സ്ത്രീയാണ്. എന്നിട്ടും അവൾ എന്തിനാണ് ക്രിസ്തുവിനെ തിരക്കി വന്നത്? അവിടെയാണ് ഭാവി ജീവിതത്തിന് വേണ്ടി അവൾ കരുതി വെച്ചതൊന്നുമല്ല ഇനിയും ഭാവിയിൽ ഫലിക്കാൻ പോകുന്നതെന്ന് ഒരു വേള അവൾ തിരിച്ചറിഞ്ഞിട്ട് ഒരു ഉത്തമനായ പുരുഷനെ കണ്ടെത്താൻ അവൾ പ്രവേശിച്ച രംഗമാണ് ആ ഭവനത്തിലെ ആ കാഴ്ച. ഇത്രയും നാൾ അവൾ കണ്ട പുരുഷന്മാരൊക്കെ എങ്ങനെയുള്ളവരാ? അവളുടെ ശരീരത്തെ മോഹിച്ചു വന്നവരാ. എന്നാൽ ഹൃദയത്തെ കാണുന്ന, തൻ്റെ ശരീരത്തിലെ അഴുക്കിനെ കാണാതെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥമായ അനുതാപം കാണുന്ന, ശരീരത്തെ സ്പർശിക്കുക പോലും ചെയ്യാതെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു പുരുഷനെ കാണാൻ അവൾ ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുക. എന്നതിൽ ഏറ്റവും എനിക്കിഷ്ടമുള്ള ഒരു വേദഭാഗമുണ്ട്. അവൾ എന്ത് ചെയ്തു എന്ന് പറയുന്നത്, കണ്ണുനീരുകൊണ്ട് അവൻ്റെ കാലുകൾ കഴുകി, തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ അവൾ തുടച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെയും അവൾ ചെയ്യുന്നിടത്ത് ക്രിസ്തു യാതൊരു വിധത്തിലും അവളെ വിലക്കുന്നില്ല. ഇത് കണ്ടിട്ടാണ് അവർ വരുന്ന കൂടെ ഇരിക്കുന്നവർ ആരോപിക്കുന്നത്. അവിടെയും മറ്റൊരു പ്രശ്നമുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ വിശ്വാസികളുടെ പ്രതിനിധിയായ ആളുകളുണ്ട്. നമ്മുടെ ചില കമ്മിറ്റിക്കാരെ പോലെയാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പാസ്ബുക്കേ നോക്കും, പള്ളി പൈസയുണ്ടോ ഇല്ലയോ. കർത്താവിൻ്റെ കൂടെ അങ്ങനെ ഒരു പാർട്ടിയുണ്ട്. ചെങ്ങന്നൂർ കോളേജിൽ നിന്ന് എക്കണോമിക്സ് പാസ്സായ പാർട്ടിയാണ്. പുള്ളി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കണക്ക് വെച്ച് നോക്കി, ഈ തൈലം എത്ര രൂപയ്ക്ക് കൊള്ളുന്നതാ, എത്രയോ അധികം. പക്ഷെ പുള്ളിയുടെ പെശക് എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളി കർത്താവിനിട്ട വില 30 വെള്ളിക്കാശാണെങ്കിൽ അവൻ തൈലത്തിനിട്ട വില 300. ഈ വൈരുദ്ധ്യമാണ് ക്രിസ്തുവിന് നമ്മളിടുന്ന വിലയിലും ഉണ്ടാകുന്ന പ്രതിസന്ധി. അവിടെയാണ് ജീവിതത്തിൽ എല്ലാ രീതിയിലും തോറ്റുപോയളെന്ന് പറഞ്ഞവൾ വേദപുസ്തകത്തിൽ നമുക്കൊരു മാർഗം പറഞ്ഞു തരുന്നത്. അവളുടെ ജീവിതത്തിൽ അവൾ സമ്പാദ്യമായി കരുതി വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ളത് ക്രിസ്തുവിൻ്റെ കാൽക്കൽ ഉടച്ചിട്ട് അവൾ ആരിലേക്ക് പ്രവേശിച്ചു? ക്രിസ്തുവിലേക്ക് പ്രവേശിച്ചു. അവിടെ ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്, ഷീ ലവ്ഡ് മച്ച്. അവൾ അധികം എന്നെ സ്നേഹിച്ചു. ഞാനിങ്ങോട്ട് വന്നപ്പോഴേ നിങ്ങളുടെ വികാരിയച്ഛൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, എന്നോട് പറഞ്ഞു, അച്ഛാ വളരെ നല്ലൊരു പള്ളിക്കാരാ, നല്ല ആളുകൾ അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് അവരെ അച്ഛൻ വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞ് സന്തോഷിപ്പിച്ചത് വേണം പോകാൻ. ഞാൻ ഒരു തല്ലുപള്ളി അച്ഛനായതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ ഒരു ആമുഖം പറഞ്ഞത്. പക്ഷേ ആളുകൾ ഇത്രയും കൂടിയിരിക്കുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യമുണ്ടോ? രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിനെ സ്പർശിക്കുന്നിടത്ത് വലിയൊരു പുരുഷാരം അവനെ തൊട്ടൊരുമി നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ മധ്യേ ക്രിസ്തു തിരിഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്നെ തൊട്ടതാരാ? ശിഷ്യന്മാർക്ക് തന്നെ ദേഷ്യം വന്നു. ഇത്ര ആളുകൾ ഞെങ്ങി ഞെരുങ്ങി നിൽക്കുന്നിടത്ത് ഈ ചോദ്യം അർത്ഥവത്താണോ? ഈ ചോദ്യം വെൺമണ്ണിപ്പള്ളിയുടെ ത്രോണോസയിലിരുന്നുകൊണ്ട് എന്നും കർത്താവ് ചോദിക്കുന്നുണ്ട്. ഇത്രയും ആളുകളുണ്ടായിരിക്കാം, പക്ഷെ എന്നെ തൊട്ട എത്ര പേര് ഇതിനകത്തുണ്ട്?
ഇതിൻ്റെ പേരാണ് എക്സ്പീരിയൻസ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തു അനുഭവത്തിലേക്കുള്ള പ്രവേശനം. അത്രയും നാൾ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ആരോപണങ്ങൾക്ക് വിധേയമായി അവളുടെ ജീവിതത്തെ മനസ്സിലാക്കാത്ത പുരുഷന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അവൾ ജീവിക്കുന്നത് അത്രയും ക്രിസ്തു പറഞ്ഞ വാക്കിൻ്റെ ഉറപ്പിന്മേലാണ്. വാർദ്ധക്യം ചെന്നവരോട് എനിക്ക് പറയാനുള്ളത്, പലരും പറയും ഇനി ജീവിച്ചിട്ട് എന്നാ കാര്യം, പണ്ട് ഏലിയാവ് പറഞ്ഞതുപോലെയാ, അങ്ങ് ചത്താ മതിയച്ചാ അല്ലേ. ഞാനിരുന്ന ഒരു പള്ളിയിൽ ഒരപ്പച്ചൻ 90 വയസ്സായി, മക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മട്ട് കേട്ടോ, നോക്കാൻ കഴിയുകയില്ല. അപ്പം അപ്പച്ചൻ അതിൻ്റെ കൂനുമേ കുരു എന്ന് പറയുന്ന പോലെ കുളിമുറി വീണ് ഇടുപ്പല്ലൊടിഞ്ഞു, വലിയ പ്ലാസ്റ്റർ ഇട്ട് അപ്പച്ചൻ കിടക്കുക. അപ്പം ഞാൻ പ്രാർത്ഥിക്കാനാണ് വീട്ടിലോട്ട് ചെന്നു. വീടിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പച്ചനോ മറ്റോ ഇച്ചിരി ഭക്ഷണമോ വെള്ളമോ ചോദിച്ചപ്പം വീട്ടുകാരിരുന്നുകൊണ്ട് അതിന് കലവല കൂട്ടുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ശബ്ദമൊക്കെ അടങ്ങി. ഞാൻ അപ്പച്ചൻ്റെ അടുക്കലോട്ട് പ്രാർത്ഥിക്കാൻ ചെന്നു. അപ്പം അപ്പച്ചൻ, ഞാൻ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ നേരത്തെ എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച, ആയുസ് നീട്ടിക്കിട്ടാനും രോഗസൗഖ്യത്തിന് വേണ്ടിയും അച്ഛൻ ദയവ് ചെയ്ത് എന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ തമ്പുരാൻ വിളിക്കാൻ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. എന്താണെന്നറിയത്തില്ല, എൻ്റെ കൈ നല്ലപോലെ ഫലിച്ചു. 2ാമത്തെ ആഴ്ച അപ്പച്ചൻ മരിച്ചു എന്ന് പറഞ്ഞ് ഇനി ആർക്കെങ്കിലും പ്രാർത്ഥിക്കാനോണ്ട് പേടിക്കണ്ട കേട്ടോ, എനിക്ക് ആ നൽവരവും കൂടി ഉണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, 2 മെത്രാപ്പോലിത്തമാരും 42 അച്ഛന്മാരും കൂടെ ചേർന്നിട്ടാണ് ആ ശവസംസ്കാരം നടത്തിയത്. എൻ്റെ കയ്യിൽ ഒരു വലിയ ലിസ്റ്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ അച്ഛന്മാർക്കെല്ലാം പേരായി നന്ദി പറയണം. ഞാൻ ആ പേപ്പർ നടുവേ അങ്ങോട്ട് കയറി. അന്ന് വൈകിട്ടൊരു പ്രാർത്ഥനയോഗം ആ വീട്ടിൽ വെച്ചുണ്ടായിരുന്നു. അന്ന് രാത്രി ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ആ പള്ളിയിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടാഞ്ഞത് ഭാഗ്യം. ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പം ഒരു ഗ്ലാസ് വെള്ളം നല്ലത് കൊടുക്കാതിരുന്നിട്ട് സെമിത്തേരിയിൽ എത്ര വില കൂടിയ മാർബിൾ ഇട്ടിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ? ജീവനോടിരിക്കുമ്പം ചെയ്തു കൊടുക്കണം. നിർഭാഗ്യവശാൽ ഇത് മറന്നു പോകുന്നൊരു തലമുറ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ വരുമ്പം സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും, ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം, ഇത് മതി. പക്ഷെ അവിടെയാണ് ഈ വെൺമണിപ്പള്ളി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവമായി മാറും. ഈ ദേവാലയത്തിന് അകത്ത് വന്ന് ക്രിസ്തുവിലേക്ക് പ്രവേശിക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ് എന്ത്? അവനിലേക്ക് പ്രവേശിക്കുമ്പം ഇനിയും ജീവിക്കാൻ, ഇനിയും ജീവിതത്തിന് ദൈവം പറഞ്ഞു തരുന്ന ഉത്തരമുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മീനിങ് ഓഫ് ലൈഫ് ത്രൂ എക്സ്പീരിയൻസ് വിത്ത് ക്രൈസ്റ്റ്. 2, ജീവിതത്തിന് അർത്ഥം കിട്ടുന്ന 2ാമത്തെ കാര്യം, മീനിങ് ഓഫ് ലൈഫ് ത്രൂ ആക്ഷൻ. പ്രവൃത്തിയിലൂടെ ജീവിതത്തിനൊരർത്ഥം കണ്ടെത്തണം. ഞാൻ എപ്പോഴും പറയും, ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാരിൽ ഭൂരിപക്ഷം പേരും നരകത്തിൽ പോകും. വലിയച്ഛൻ ക്ഷമിക്കണം കേട്ടോ. എന്തുകൊണ്ടാ? ഞങ്ങൾ ഈ തിരുവസ്ത്രമൊക്കെ ഇട്ട് അകത്ത് നിന്ന് നിങ്ങളെ നോക്കി വിളിക്കുന്ന പേരെന്നാ? വിശ്വാസികളുടെ ഈ നട്ടാക്കളിക്കാത്ത നുണയ്ക്ക് എപ്പം നരകത്തിൽ പോയെന്ന് ചോദിച്ചാൽ പോരെ? ഇല്ലേ? എന്തുകൊണ്ടാ? നമ്മളെല്ലാവരും വിശ്വാസികളാണ്. ഞാനും നിങ്ങളും എല്ലാം വിശ്വാസികളാണ്. നമ്മൾ വിശ്വാസത്തിനൊരു നിർവചനം എബ്രായ ലേഖനത്തിൽ മനോഹരമായി പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ വിശ്വാസം എന്നതോ? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യം. ഇത് വളരെ ശുഭകരമായ ഒരു വാക്യമാണ്. എന്നാൽ അവിടെയാണ് എൻ്റെ ചോദ്യം, വിശ്വാസം നാവിലാണോ കയ്യിലാണോ? വിശ്വാസം നമ്മുടെ വാക്കുകളിലാണോ വിശ്വാസം പ്രവൃത്തിയിലാണോ വേണ്ടുന്നത്? പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കെങ്ങനെയാണ്? ഞാൻ വേദപുസ്തകത്തിലെ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം വളരെ ദൈർഘ്യമേറിയ ഒരു സൗഖ്യദാന ശുശ്രൂഷയെക്കുറിച്ചാണ് പറയുന്നത്. വലിയ നോമ്പിലെ ഒരു ഞായറാഴ്ച ആ സൗഖ്യദാന ശുശ്രൂഷയ്ക്ക് വേണ്ടിയ പിറവിക്കുരുടൻ്റെ സൗഖ്യം ഇല്ലേ? അന്ന് ഭൂരിപക്ഷം പേരും പുരികം ചൊളിക്കും. കാരണം എന്താ? എവങ്കേലിയോൻ വായിച്ചാലും തീരുകയില്ല. അവിടെയാണ് ഒരിക്കലും താൻ ആവശ്യപ്പെടാതിരുന്നിട്ട് ക്രിസ്തു തന്നിലേക്ക് വന്ന് ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നത്. ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരു പിറവിക്കുരുടനെ കർത്താവ് ചൂണ്ടിക്കാണിച്ചിട്ട് കൂടെയുള്ളവരോട് ചോദിക്കുകയാണ്, ഇവന് കാഴ്ച ലഭിക്കാതെ ഇവൻ കുരുടനായി ജനിച്ചതിന് ഇവനാണോ, ആരാണ് കാരണക്കാർ? ഇതാണ് ശിഷ്യന്മാരുടെ ചോദ്യം. ഈ ചോദ്യത്തോട് ക്രിസ്തു പ്രതികരിക്കുന്നത് ഒരു സൗഖ്യത്തിലൂടെയാണ്. നിങ്ങൾ ആ സൗഖ്യം മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്, വളരെ എലാബറേറ്റായി രേഖപ്പെടുത്തുന്നതിന് ഒരു കാരണമുണ്ട്. എനിക്ക് സുവിശേഷങ്ങളിൽ ഏറ്റവും ഇഷ്ടം യോഹന്നാൻ്റെ സുവിശേഷം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വളരെ മിസ്റ്റിക്കലായി വരികൾക്കിടയിലൂടെ വേദപുസ്തകം വ്യാഖ്യാനിച്ചൊരു സുവിശേഷകനാണ്. ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നതുകൊണ്ടായിരിക്കാം അത്രയും രഹസ്യാത്മകമായിട്ട് അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചത്. അതുകൊണ്ടാണ് പിറവിക്കുരുടൻ്റെ സൗഖ്യം രേഖപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അവൻ്റെ അടുക്കലേക്ക് ക്രിസ്തു വന്നിട്ട് അവൻ നിലത്ത്
തുപ്പൽ കൊണ്ട് ചേറ് കുഴച്ച് അന്ധൻ്റെ കണ്ണിൽ പുരട്ടി. ഇല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്രിസ്തുവിന് ആവശ്യമായിരുന്നു. ഒരു വാക്കുകൊണ്ട്, ഒരു സ്പർശനം കൊണ്ട്, ഇനി രോഗിയെ നേരിട്ട് കാണാതെ പോലും സൗഖ്യമാക്കിയ അനുഭവം വേദപുസ്തകത്തിലുണ്ട്. അവിടെയാണ് വളരെ വലിയൊരു സർജിക്കൽ പ്രോസസ്സ് തന്നെ ഇവിടെ കർത്താവ് നടത്തുന്നത്. എന്താണ് ചെയ്തത്? നിലത്ത് തുപ്പി ചേറ് കുഴച്ച് അവൻ്റെ കണ്ണിൽ പുരട്ടിക്കൊടുത്തു. എന്നിട്ട് അവനോടൊരു വാക്ക് പറയുന്നുണ്ട്, നീ ശീലോഹാം കുളത്തിൽ പോയി കഴുകുക. എന്താണ് ഈ ശുശ്രൂഷയുടെ അർത്ഥം? യോഹന്നാൻ ഇത് ഇത്രയും വളരെ വിസ്താരത്തിൽ രേഖപ്പെടുത്തിയതിൻ്റെ കാരണം എന്താ? കാരണം അവിടെ പറയുന്നുണ്ട്, ക്രിസ്തുവിനെ ദൈവപുത്രനല്ല എന്ന് നിഷേധിക്കുവാനായിട്ട് ആരോപണങ്ങളോടുകൂടി ചുറ്റും കൂടിയിരിക്കുന്ന ഒരു പരീശ വൃന്ദം അവിടെയുണ്ട്. അവൻ്റെ അടയാളങ്ങളെ, അവൻ്റെ അത്ഭുതങ്ങളെ വിമർശിക്കുന്ന, അതിനെ വിശ്വസിക്കാൻ ജനത്തെ പിന്തിരിപ്പിക്കുന്ന ഒരു വലിയ കൂട്ടം അവൻ്റെ പിന്നിൽ നിൽക്കുമ്പോഴാണ് ഈ മനുഷ്യനോട് കർത്താവ് ഈ ഒരു കമാൻഡ് പറയുന്നു, ഒരു കൽപ്പന പറയുന്നത്, നീ പോയി ശീലോഹാം കുളത്തിൽ കഴുകുക. വിശ്വാസം എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പിറവിക്കുരുടൻ ചോദിക്കാതെ ഒരു സൗഖ്യത്തിന് ക്രിസ്തു മുതിർന്നപ്പോൾ അവന് വേണമെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ചോദിക്കാം, നീ ആരാ? ഇല്ലെങ്കിൽ ചോദിക്കാം, എന്തിനാണ് എൻ്റെ കണ്ണിൽ ചേറ് പുരട്ടിയത്? ഇത് രണ്ടും ചോദിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാം, ഞാൻ ശീലോഹാം വരെ പോണോ? ഈ ഒരു ചോദ്യങ്ങളും ചോദിക്കാതെ ആ പിറവിക്കുരുടൻ ശീലോഹാം കുളം വരെ നടന്ന നടത്തത്തിൻ്റെ പേരാണ് വിശ്വാസം. ഇനി പറ, വാക്കിലാണോ വിശ്വാസം, പ്രവൃത്തിയിലാണോ? യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, പ്രവൃത്തിയിലാ വിശ്വാസം. എങ്ങനെയാണ് ജീവിതത്തിന് പ്രവൃത്തിയിലൂടെ ഒരു അർത്ഥം കണ്ടെത്താൻ സാധിക്കുക? നമ്മുടെ സഭാംഗമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന വർഗീസ് പുന്നു സാറ് ഒരനുഭവം അടുത്തിടയിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ദമ്പതികളെ കൊണ്ടുവന്നു. വിവാഹം കഴിഞ്ഞിട്ട് 3 ദിവസമേ ആയുള്ളൂ. ഹൈന്ദവരാണ്. വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് ഈ പെൺകുട്ടി ഒരു വലിയ സത്യം അറിയുന്നത്. ഇദ്ദേഹത്തിന് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അദ്ദേഹത്തെ ഇവരുടെ ഡോക്ടറുടെ അടുക്ക കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞു, അത്ര പെട്ടെന്ന് സൗഖ്യമാകുന്ന ഒരു ശുശ്രൂഷ ഒരു ക്രമീകരണമല്ല, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ചികിത്സിക്കാൻ തയ്യാറാണ് എങ്കിൽ മുന്നോട്ട് പോകാം. 2 വീട്ടുകാരും തമ്മിൽ വലിയ കലാപമായി. പെൺകൂട്ടർ പറഞ്ഞു, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് എന്താ, ഡൈവേഴ്സാ. പെൺകുട്ടി പറഞ്ഞു, ഞങ്ങളെ ചതിച്ചതാ, ഞങ്ങളുടെ പെങ്കൊച്ചിനെ ചതിച്ചതാ, അതുകൊണ്ട് ഡൈവേഴ്സ് വേണം. അങ്ങനെ 2 പേരും വലിയ വാക്ക് തർക്കമായി. അപ്പോൾ ഡോക്ടർ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, എന്ത് ചെയ്യണം? പെൺകുട്ടി പറഞ്ഞു, ഒരു പക്ഷേ ഇദ്ദേഹത്തിന് കൂട്ടുപോകാൻ ഈശ്വരൻ എന്നെ തിരഞ്ഞെടുത്തതാണ് എങ്കിൽ ഞാൻ ആ വഴിക്ക് മുൻപോട്ട് പോകാം. ഡോക്ടർ ആ ക്ലാസ് എടുത്തപ്പോൾ പറയാണ്, ഇന്നും കുറേ വർഷങ്ങൾക്കിപ്പുറം അവർ സന്തോഷമായി കുടുംബജീവിതം നയിക്കുന്നു. ഇതിൻ്റെ പേരാണ് പ്രവൃത്തിയിലുള്ള വിശ്വാസം. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് നമ്മുടെ ബന്ധങ്ങളിലാണ്, അല്ലേ? കുടുംബജീവിതങ്ങളിലാണ്. പലരും എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പുറത്ത് പറയാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ കൽപ്പറ്റയുടെ ഒരു കവിത പോലെയാണ്. പലരും ജീവിക്കാൻ പേടിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്, ചിലരോ ആത്മഹത്യ ചെയ്യാൻ പേടിച്ചിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. പലരും ഡൈവേഴ്സ് ചെയ്താൽ നാട്ടുകാരെന്നാ പറയുമെന്ന് പേടിച്ചിട്ട് മാത്രം ജീവിക്കുക. ഞാനൊരു സിനിമാ കഥ പറയാം, എന്നെ പള്ളി നിറക്കി വിടരുത്. ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്നൊരു ചിത്രമുണ്ട്, അല്ലേ? ഒരു അവാർഡ് വിന്നിങ് സിനിമയാണ്. അതിൽ നായക കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു തീർത്ഥയാത്രയ്ക്ക് പോകണം. അദ്ദേഹം ഒരു മുസ്ലിമാണ്, ഹജ്ജിന് പോകണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ. നിർധനനായി മനുഷ്യൻ അദ്ദേഹത്തിന് കിട്ടുന്ന നാണയങ്ങളിൽ നിന്നൊക്കെ പണം ഇങ്ങനെ സ്വരൂപിച്ചു മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുന്നത് മാത്രം കൊണ്ട് തനിക്കും ഭാര്യയ്ക്കും പോകാൻ കഴിയത്തില്ല എന്നറിഞ്ഞതുകൊണ്ട് അദ്ദേഹം വീട്ടുമുറ്റത്ത് ഒരു പ്ലാവ് നട്ടിരുന്നു. പോകുന്ന സമയമായപ്പോൾ പ്ലാവ് വളർന്നു. അദ്ദേഹം മില്ലുകാരനോട് പറഞ്ഞു, ഇത് വെട്ടി അത് വിറ്റ് കാട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം, ബാക്കി പണം കൊണ്ട് ഞങ്ങളുടെ ചിലവുകൾ കഴിയണം. സന്തോഷമായിട്ട് അദ്ദേഹം ഹജ്ജിന് പോകാനായിട്ട് യാത്ര പറയാൻ എല്ലായിടത്തും പോവുകയാണ്. ആ സമയത്താണ് മില്ലുകാരൻ വന്ന് പ്ലാവ് മുറിച്ചുകൊണ്ട് പോയി. പക്ഷെ മില്ലി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പ്ലാവിനകത്ത് മുഴുവൻ പൊള്ളയാണ്. അദ്ദേഹം പണം മേടിക്കാൻ ചെന്നപ്പോൾ മില്ലുടമ പറഞ്ഞു, പ്ലാവിനകം മുഴുവൻ പൊള്ളയാണ്, ഈ പറയത്തക്ക പണമൊന്നും അതിന് കിട്ടാനില്ല. പക്ഷേ താങ്കളുടെ ആഗ്രഹം എനിക്കറിയാവുന്നതുകൊണ്ടും സുഹൃത്തായതുകൊണ്ടും പണം ഞാൻ തരാം. പക്ഷേ ഇദ്ദേഹം അഭിമാനിയാണ്. അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട പണം. അങ്ങനെ അദ്ദേഹം നിരാശനായി തിരിച്ച് വീട്ടിലോട്ട് വന്നു. അദ്ദേഹം രാത്രിയിൽ വളരെയധികം സങ്കടപ്പെട്ടിങ്ങനെ കട്ടിലിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് ഒരു ഉപാധി പറഞ്ഞു, താങ്കളുടെ ആഗ്രഹമായിരുന്നില്ലേ വിശുദ്ധ നാട്ടിലേക്ക് പോവുക എന്നുള്ളത്?
ഒരു കാര്യം ചെയ്യും, കുറച്ച് പണം നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്ക് 2 പേർ കൂടെ പോകാനേ അത് തികയാതെ വരത്തുള്ളൂ. താങ്കളുടെ ആഗ്രഹമായതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, താങ്കൾ പോയി വിശുദ്ധ നാടൊക്കെ ഒന്ന് കണ്ടിട്ട് ഇങ്ങ് തിരിച്ചു വാ. അപ്പം അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. ഇന്ന് വെൺമണിയിലെ എല്ലാ പുരുഷന്മാരും എല്ലാ ചേച്ചിമാരും വീട്ടിൽ ചെന്നിട്ട് പരസ്പരം കയ്യെ പിടിച്ചിട്ട് ഇത് പറയണം. ആ മനുഷ്യൻ പറഞ്ഞു, ഇടീ, വിശുദ്ധ നാടിനെക്കുറിച്ച് ഞാൻ കണ്ട എൻ്റെ എല്ലാ സ്വപ്നങ്ങളിലും എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നീ ഉണ്ടായിരുന്നു. നീയില്ലാത്ത ഒരു നാടും എനിക്ക് വിശുദ്ധ നാടല്ല. ഇങ്ങനെ പറഞ്ഞ് എത്ര പേരുണ്ട്? പറയും, എൻ്റെ പൊന്നച്ചാ ഇവിടെ തന്നെ പാടുപെട്ടിട്ടാ, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ മറുതയും കൂടെ കൊണ്ടുപോകണമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾക്ക്. പക്ഷേ ഇതാണ് ബന്ധങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചതായിരിക്കത്തില്ല. ഞാൻ ഇയ്യോബിൻ്റെ പുസ്തകം വളരെ ഭംഗിയായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ ഇയ്യോബിൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണ്? വലിയ പ്രതിസന്ധിയിൽ ഇയ്യോബിനെ പഴി പറയുന്ന ഒരു ഭാര്യയായിട്ടാണ് ഞാൻ ചിത്രീകരിച്ചത്. പക്ഷെ പാമ്പാടിയിലൊരു വീട്ടിൽ ഞാൻ പ്രസംഗത്തിന് പോയി. കഴിക്കാനിരുന്നപ്പം എനിക്ക് വിളമ്പി തന്ന ഒരു നല്ലൊരു അപ്പച്ചൻ, നല്ല സുന്ദരനായ ഒരു അപ്പച്ചൻ, 85 വയസ്സായ അപ്പച്ചൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് വിളമ്പി തന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ, എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ അപ്പച്ചാ? അച്ഛൻ പറഞ്ഞതിനോട് എനിക്കൊരു ചെറിയ കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. എന്താ? ഒരിക്കലും ആ ഭാര്യ അയാളെ കുറ്റപ്പെടുത്തി പറഞ്ഞതാണെന്ന് അച്ഛൻ ഇനിയും പ്രസംഗിക്കരുത്. 85-ാമത്തെ വയസ്സിൽ 3 മാസങ്ങൾക്ക് മുമ്പ് എനിക്കെൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. ആ വേദന എന്താണെന്ന് എനിക്കറിയാമച്ചാ. ഒരു പക്ഷേ അയാൾ അനുഭവിക്കുന്ന കഠിന വേദന കണ്ടിട്ട് ജീവിതം മടുത്ത അയാളുടെ വേദനയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷെ അവളത്. അന്ന് ഞാൻ മനസ്സിലാക്കി, ഇങ്ങനെയും 85 വയസ്സായിട്ടും ദാമ്പത്യം കൃത്യമായി നീതിയോടെ അനുഷ്ഠിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പറ, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതാ? നമ്മളിങ്ങനെ നീതിപൂർവമായി നമ്മുടെ പ്രവൃത്തികളിൽ നല്ല നീതിയുള്ളവരായി തീർന്നിട്ടുണ്ടോ? കന്യാമറിയാമിൻ്റെയും യൗസേപ്പിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചേ. അവർ ഭോഗത്തിനല്ല ത്യാഗത്തിനാണ് ദാമ്പത്യമെന്ന് നമ്മളോട് പറഞ്ഞു തന്നു, ഇല്ലേ? ഇനിയും ഇത് കുടുംബജീവിതത്തിലെ ഒരു പ്രതിസന്ധിയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ബന്ധങ്ങളിലേക്ക് വന്നാലോ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലേക്ക് വന്നാലോ? ഇന്ന് ഏറ്റവും വലിയ അനീതി എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ അനീതി സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളതാ. മദ്യപിക്കുന്ന ഏതെങ്കിലും അപ്പന്മാരിവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ കുഞ്ഞിനെ സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നുവെങ്കിൽ പ്രവൃത്തിയിൽ നീതിയില്ലാത്തൊരു പിതാവായി നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. ജീവിതത്തിന് യാതൊരു അർത്ഥവും ഇല്ല. നല്ല രീതിയിൽ നല്ല മാതൃത്വ ഗുണത്തോടുകൂടി ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര കുമ്പിട്ട് പ്രാർത്ഥിച്ചിട്ടും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കത്തില്ല. ഇന്ന് നമ്മുടെ സഭാജീവിതത്തിലെ പ്രതിസന്ധി എന്താ? ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വാർഡനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കും, എടാ പള്ളിയിൽ പോകാറുണ്ടോ? അപ്പോൾ ഒരിക്കൽ എന്നോട് പഠിച്ചിറങ്ങിയ സിവിൽ എഞ്ചിനീയറിങ്ങിന് നല്ല മാർക്കോടുകൂടി പഠിച്ചിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ പള്ളിയിൽ പോകാൻ മടിയാ. കാരണം എന്നാ? അവിടെ കുറേ വല്യമ്മമാരിപ്പുണ്ട്, കുറേ ചോദ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇരിക്കുക. എന്താ? പഠിത്തം കഴിഞ്ഞോട്ട് ഇറങ്ങിയ ഉടനെ ചോദിക്കും, ജോലിയായില്ലയോടെ? ഇനി വെല്ലച്ചാതി ഒരു 15,000 രൂപയുടെ ജോലിയായി അടുത്തത് ചോദിക്കും, കല്യാണമായില്ലയോടാ? കല്യാണമായി കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന ഉടനെ ചോദിക്കും, പിള്ളേരായില്ലയോടാ? ഇങ്ങനെ ചോദിക്കുന്ന ഒരു 3 ഗൈനക്കോളജിസ്റ്റുകളെങ്കിലും ഈ പള്ളിയിലും കാണും. ഓർത്തോണം, ദാമ്പത്യം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത, അതിനുവേണ്ടി ഒരുപാട് കണ്ണുനീരൊഴുക്കുന്ന അനേകം തലമുറ നമ്മുടെ ഇടയിലുണ്ട്. ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കരുത്. ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് എന്താ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ, നമ്മളവരെ നമ്മുടെ പള്ളിയിൽ നിന്നങ്ങ് വിലക്കി കളയുക. നമ്മൾ കാരണം നമ്മുടെ പള്ളിയിൽ ഒരാൾ വരാതിരുന്നിട്ട് 1000 കുർബാനയിൽ നമ്മൾ സംബന്ധിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഞാൻ വൈദിക സെമിനാരിയിലോട്ട് കാല് വെച്ചപ്പം അവിടുന്ന് ഇറങ്ങിപ്പോയ ആളാണ് ജാൾസനച്ചൻ. അച്ഛൻ ഓർക്കുന്നുണ്ടോയെന്നറിയത്തില്ല. ഞാൻ സെമിനാരി വന്നിട്ട്, സെമിനാരി ഞങ്ങൾ ചെല്ലുമ്പോൾ ഇങ്ങനെ പേടിച്ച് വിറച്ചാ. ഇതൊക്കെ എൻ്റെ അനിയന്മാരാ. അപ്പം നല്ല കടോൽക്കജന്മാരായ ഒരു ചെമ്മാച്ചന്മാരുടെ ബാച്ചായിരുന്നു ഇത്. ഞങ്ങൾ ചെന്ന് കയറിയ സമയത്ത് എന്നെ ആദ്യം പരിചയപ്പെട്ടത് അച്ഛനാണ്. അച്ഛൻ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. സോഫിയായി വന്ന് രാത്രിയിൽ എന്നെ, അതുകൊണ്ട് ആ പേര് ഞാൻ ഓർത്തിരിക്കും. വേറെ ഒന്നും എന്നെ ചെയ്തില്ല, ഉപദ്രവിച്ചൊന്നുമില്ല കേട്ടോ. ഉപദ്രവിച്ചെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഇരുത്തത്തില്ലായിരുന്നു. ഇവരിറങ്ങിപ്പോയപ്പോൾ അന്ന് ദിമത്രിയോസ് തിരുമേനി പറഞ്ഞൊരു ഇവർക്കൊരു കൊടുത്തൊരു പാസ് ഔട്ട് മെസ്സേജ് ഉണ്ട്. എനിക്കത് വളരെ ഹൃദ്യമായി തോന്നി. നിങ്ങൾ വൈദിക സെമിനാരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ വിചാരം ചെല്ലുന്ന ഇടവൊക്കെ കീഴ്മേൽ മറിക്കണമെന്നാണ്. പക്ഷേ നമ്മൾ മറിയുന്ന അല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് മനസ്സിലായി. എന്നാൽ ഞാനിരുന്നത് ആദ്യം ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിലാണ്.
11ാമത്തെ മാസം എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി. അപ്പം ഞാൻ ഇവിടുന്ന് പോകാൻ നേരത്ത് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അച്ഛനൊരു ട്രാൻസ്ഫർ ആയതുകൊണ്ട് സെൻഡ് ഓഫ് തരണം. ഞാൻ പറഞ്ഞു, ഈ 11 മാസം ഇരുന്നതിന് എന്തിനാ സെൻഡ് ഓഫ്? അവർ പറഞ്ഞു, അച്ഛൻ്റെ ആദ്യത്തെ പള്ളിയല്ലേ സെൻഡ് ഓഫ്. അപ്പോൾ ഒരു മനുഷ്യൻ പ്രസംഗിച്ചു, ഇതുപോലെ ഒരു അച്ഛനെ ഞങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ ഉള്ള തെഞ്ച് ഒന്നുകൂടി ഒന്ന് വിരിച്ച് ഞാൻ. പക്ഷേ 2 മാസം കഴിഞ്ഞാണ് ആ നഗ്ന സത്യം ഞാൻ അറിഞ്ഞത്. അയാൾ ചെന്ന് പരാതി പറഞ്ഞിട്ടാണ് എന്നെ ആ പള്ളിയിൽ നിന്ന് മാറ്റിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടോൺ വേറെയായിരുന്നു. ഇതുപോലെ ഒരു അച്ഛനെ ഞങ്ങൾ ഇവർ പലതും പറയും, അച്ഛൻ വിശ്വസിക്കരുത് കേട്ടോ. അപ്പം അന്ന് തിരുമേനി പറഞ്ഞൊരു വാക്കിതാണ്, ലോകത്തെ മുഴുവൻ പ്രകാശിക്കാനുള്ള തീഗോളമാകാനുള്ള ശ്രമം ഒന്നും നിങ്ങൾ നടത്തണ്ട. ഒരു ചെറിയ മെഴുകുതിരിയായിരുന്ന നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചെറിയ വൃത്തത്തിന് പ്രകാശം കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ജീവിതത്തിൻ്റെ വിജയം. ചിലപ്പം 70-80 വയസ്സായ വീട്ടിൽ മാത്രം ജീവിച്ച പുറം ലോകം കാണാത്തൊരമ്മച്ചി ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ എന്നാ? ചിലപ്പം ഒരു കുഞ്ഞു മകനും അടിയിലിരുത്തിയിട്ട് 23-ാം സങ്കീർത്തനത്തിലെ ഇടയനെ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കാം അമ്മയച്ചിയുടെ ജീവിതത്തിലെ നിയോഗം. അതുകൊണ്ട് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തോ എന്ന് തമ്പുരാൻ ചോദിക്കത്തില്ല. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നോ, നീതിമാനായിരുന്നോ? ജസ്റ്റിസ് എന്ന വാക്ക് അതിനെ പറയും നോംസ് ലൈക്ക് സൺ, സൂര്യനെ പോലെ പരിശോധിക്കുന്ന ഒന്നാണ്. അങ്ങനെ പരിശോധിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കണ്ടെത്താൻ നീതിയുള്ള പ്രവൃത്തികളുണ്ടോ? അതിന് രണ്ടാമത് ഞാൻ പറഞ്ഞു, മീനിങ് ഓഫ് ലൈഫ് ത്രൂ ആക്ഷൻ. പ്രവൃത്തിയിലൂടെ വിശ്വാസം കാണിച്ച ഒരു കുരുടൻ പഠിപ്പിക്കുന്നു. മൂന്നാമത്തേത് മീനിങ് ഓഫ് ലൈഫ് ത്രൂ സഫറിങ്. ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. കഷ്ടതയിൽ നിന്ന് ജീവിതത്തിൽ ചില അനുഭവങ്ങൾ പഠിക്കണം, വേണ്ടേ? നമുക്ക് പലപ്പോഴും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൻ്റെ ഒരു കോണിൽ വേദനിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണും, അല്ലേ? പ്രാർത്ഥനാ വിഷയങ്ങൾ കാണും. പലപ്പോഴും അവിടെയാണ് നമ്മുടെ ദൈവബന്ധം ഉലഞ്ഞു പോകുക, നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുക. അവിടെയാണ് ഞാൻ അടുത്തിടയിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. 2003 ഹോളിവുഡിൽ ഒരു ചിത്രം ഇറങ്ങി, ബ്രൂസ് ഓൾമൈറ്റി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാ നല്ല വിശ്വാസികളാച്ചാ, അവർ വേദപുസ്തകം അല്ലാതെ വേറൊന്നും. ബ്രൂസ് ഓൾമൈറ്റി നിങ്ങളെ പറ്റുകയാണെങ്കിൽ പിള്ളേരൊക്കെ ചെന്നൊന്ന് കാണണം, ഇല്ലേ? അച്ഛനൊന്ന് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൽ ഒരു ചെറുപ്പക്കാരനെയാണ് അവതരിപ്പിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ അവൻ എന്ത് ചെയ്താലും അതെല്ലാം പരാജയം. ഒരു കാപ്പി അനത്താൻ തീരുമാനിച്ചാൽ അവൻ്റെ കൈ തട്ടി കാപ്പിപ്പൊടി താഴെ. അശുഭകരമായതല്ലാതെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരൻ. അവനിങ്ങനെ ദൈവത്തോട് നിരന്തരം പരാതിപ്പെടുമ്പം ദൈവം അവന് പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ അവനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബ്രൂസ്, ഹാവ് യു എവർ സീൻ മിറക്കിൾ ഇൻ യുവർ ലൈഫ്? നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതം കണ്ടിട്ടുണ്ടോ? ചെറുപ്പക്കാരൻ അവനോട് ചോദിച്ചു, നീ ജീവിതത്തിൽ അത്ഭുതം കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ഒരു കാര്യവും നല്ലത് സംഭവിച്ചിട്ടില്ലാത്ത ഞാൻ, ഒരു നല്ല കാപ്പി പോലും തിളപ്പിക്കാൻ പറ്റാത്ത, ഒരു ജോലിക്ക് വേണ്ടി ഓടിച്ചെന്നാൽ ആ ജോലി മുഴുവൻ എനിക്ക് നഷ്ടപ്പെടുന്ന, അശുഭകരമായ കാര്യങ്ങൾ മാത്രമുള്ള എന്നോടാണ് ഈ ചോദ്യം, നീ അത്ഭുതം കണ്ടിട്ടുണ്ടോ? നമുക്കും അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മുടെ ഈ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നാൽ നമ്മൾ പറയും, അങ്ങനെ എങ്ങാനും വന്ന ഓർത്തോണം മുടിഞ്ഞെന്ന്. പക്ഷെ നമുക്കെന്നാ ഇഷ്ടം? കൽക്കുരിശേന്ന് സുഗന്ധ തൈലം വരണം, മാതാവ് കരയണം, പരിമലത്തിരുമേന് ചിരിക്കണം. ഇതൊന്നും അല്ല അത്ഭുതം. അത്ഭുതം എന്താണെന്ന് ചിന്തിക്കണമെങ്കിൽ ഇതിൻ്റെ പിക്ചറിൻ്റെ ട്രെയിലറിൽ 3 ചോദ്യം ചോദിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. ഒന്നാമത്തെ ചോദ്യം, ഹാവ് യു എവർ ഫെൽറ്റ് അൺഅപ്രീഷിയേറ്റഡ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നല്ലൊരു കൃതജ്ഞത എനിക്ക് ലഭിച്ചിട്ടില്ല? ചിലപ്പോൾ അച്ഛന്മാരായ ഞങ്ങൾക്ക് തോന്നും, പള്ളിയിൽ നിന്ന് പോകുന്നപ്പോൾ പറയേണ്ട പോലൊന്നും അവർ പറഞ്ഞില്ല. ഞാൻ 29ാമത്തെ വയസ്സിൽ കിഡ്നി കൊടുത്തൊരു അച്ഛനാണ്. കൊടുത്തോണ്ട് പറയല്ല, പക്ഷെ കൊടുത്തപ്പോൾ എനിക്കൊരു ചെറിയ പ്രത്യാശയുണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ ചിലർ എന്നെ ഒന്ന് ഒറ്റയൊരെണ്ണം വിളിച്ചില്ല. എവിടുന്നേലും ഒരു 10 രൂപയുടെ പൊന്നാടയെങ്കിലും എന്നെ ഒന്ന് ഒരാടയെ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, മനുഷ്യർ മറന്നുപോയതായിരിക്കും, ദൈവം എനിക്കെന്തോ വലിയൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. കിഡ്നിയുടെ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജായി 3ാമത്തെ ദിവസം, കൊറോണയുടെ ആദ്യ സമയമാണ്, ദൈവം എനിക്കൊരു വലിയ അനുഗ്രഹം തന്നു. മാരകമായൊരു കൊറോണ തന്നു. കൊറോണയുടെ ആദ്യ സമയമാണ്. ലേക്ക് ഷോർ ആശുപത്രിയിൽ 10 ദിവസം ഈ ലോകത്തിൽ വെച്ച് തന്നെ നരകം എന്താണെന്ന് കണ്ട അച്ഛനാണ് ഞാൻ.
അടിവയറ്റിലെ വലിയൊരു മുറിവിൻ്റെ വേദന അസഹ്യമായിരിക്കുമ്പം ഭക്ഷണം കഴിക്കുക. 7ാമത്തെ ദിവസമായപ്പം ഞാൻ മരിക്കുമെന്ന് ഉറപ്പായി. ഞാൻ എൻ്റെ വികാരി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പ്ലാസ്റ്റിക് പൊതിഞ്ഞിട്ടാണെങ്കിലും എന്നെ എൻ്റെ പള്ളിയിൽ തന്നെ ഞാൻ പറഞ്ഞതാ. പക്ഷെ അന്ന് ഈ അനുഭവം തന്നപ്പം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, അപ്പാ ഞാൻ ഈ ചെറിയ കാര്യം ചെയ്തപ്പം ഒരു മനുഷ്യൻ എന്നെ ഒന്ന് അംഗീകരിച്ചില്ല, എന്നെ ഒന്ന് വിളിച്ച് പ്രോത്സാഹിപ്പിച്ചില്ല എന്നത് പോട്ടെ, നീ എന്നെ മറന്നു കളഞ്ഞല്ലോ. അപ്പം എൻ്റെ തമ്പുരാൻ എന്നോട് പറഞ്ഞ ഒരു ഉത്തരവുണ്ട്, there is a limit for human generosity. എടോ കത്തനാരെ, മനുഷ്യൻ്റെ ഔദാര്യങ്ങൾക്ക് പരിധിയുണ്ട്. നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നമുക്കിന്നും ഏറ്റവും കൂടുതൽ ആശ്രയം ആരില്ല? മനുഷ്യരില്ല. ഞാൻ പെണ്ണ് കെട്ടാത്ത ഒരു അച്ഛനാ, മക്കളില്ലാത്ത അച്ഛനാ. നിങ്ങൾ എന്നെ കൊഞ്ഞനും കുട്ടിയിട്ട് പറയും, തനിക്കാരുമില്ലാത്തതുകൊണ്ടാണ് താനിതൊക്കെ പറയുന്നത്. ഞങ്ങൾക്കാരുണ്ട്, മക്കളുണ്ട്, നല്ല കടോൽക്കജന്മാരായ ആമ്പിള്ളാരിങ്ങനെ UK-ലും യൂറോപ്പിലും നിൽക്കുക. വല്ല കാര്യമുണ്ടോ? ചിലപ്പോൾ അവസാന കാലത്ത് വഴിയെ കൂടെ പോകുന്ന ബംഗാളിയായിരിക്കും വെള്ളം തരുന്നത്. നമ്മൾ ഈ പരാതി പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീട്ടിൽ കാര്യങ്ങളൊക്കെ നടത്തി എന്തിനെങ്കിലും ഒരു കുറവ് വരുമ്പം ഈ കള്ളിപ്പെണ്ണുങ്ങൾ നമ്മളോട് പറയും, എന്നാ പറയും? അല്ലേലും തൻ്റെ കൂടെ പോന്നപ്പോൾ തൊട്ട് എനിക്ക്, നിങ്ങൾ പറയത്തില്ലെന്ന് എനിക്കറിയാം, കാരണം പേടിയാ, തിരിച്ച് വീട്ടിലോട്ടല്ലേ ചില. നമ്മൾ വീട്ടിലെ പണി മുഴുവൻ ചെയ്ത് കഴിയുമ്പം ഈ കാർന്നോന്മാരോട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് എന്നതാടി ഇവിടെ? ചോദിച്ചിട്ടില്ലേ? നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് നല്ല ഓണസദ്യയൊക്കെ ഉണ്ടാക്കി കാണും ഇല്ലേ? നല്ല സദ്യയൊക്കെ വെച്ച് വിളവി കഴിയുമ്പം നിങ്ങൾ എത്ര പേര് പറഞ്ഞു, എടി നിന്റെ പായസമാടി പായസം പറഞ്ഞു? ആരെങ്കിലും ഒരു വാക്കും ഇണ്ടാതെ എമ്പക്കം വിട്ടിങ്ങി പോന്നു. നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പലപ്പോഴും ഇല്ല. അത് നമ്മുടെ ഒരു പ്രതിസന്ധിയാണ്. പക്ഷെ ഞാൻ അവിടെ വേറൊരു ഓപ്ഷനാണ് പറയുന്നത്, മനുഷ്യൻ്റെ ഒരു ഔദാര്യങ്ങളും പ്രതീക്ഷിക്കരുത്. അച്ഛന്മാരോടും കൂടിയാണ്. മനുഷ്യൻ്റെ ഒരു ഔദാര്യങ്ങളും പ്രതീക്ഷിക്കും. കാരണം എന്നാ? ഔദാര്യങ്ങൾക്ക് പരിധിയുണ്ട്. നാളെ അവരോട് ഇടയുമ്പം അവർ ഈ ഔദാര്യങ്ങളായിരിക്കും ആദ്യം കണക്ക് പുസ്തകത്തിൽ നിന്ന്. എല്ലാ മനുഷ്യരുടെ കയ്യിലും എന്തുണ്ട്? ഒരു കണക്ക് പുസ്തകമുണ്ട്. പെറ്റമ്മമാരുടെ കയ്യിൽ പോലും ഉണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വീഴിക്കുന്ന എങ്ങനെയാ? 1, 2 അല്ലടാ 9. 9ആണോ 10ആണോ? ഞാൻ പ്രസവത്തിന് പോയിട്ടില്ല, അതുകൊണ്ടാ. 1, 2 അല്ലടാ, നിന്നെ ഞാൻ ചുമന്ന് പ്രസവിച്ചതല്ലേ. നമ്മളെല്ലാവരും ഈ കണക്ക് സൂക്ഷിക്കുന്നവരാ. അവിടെ ഓർത്തോണം, ജീവിതത്തിലൊരു പ്രതിസന്ധിയിൽ ഓർത്തോണം, മനുഷ്യൻ്റെ ഔദാര്യങ്ങൾക്ക് എന്തുണ്ട്? കണക്കുണ്ട്. അതുകൊണ്ട് അവരുടെ കൃതജ്ഞതയ്ക്ക് വേണ്ടി നമ്മുടെ ശുശ്രൂഷ ഉചിതമായി നിർവഹിക്കുക. 2, ഹാവ് യു എവർ കംപ്ലൈൻറ്റ് ടു ഗോഡ്? നിങ്ങൾ ദൈവത്തോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? അയ്യോ ഞാൻ മറന്നു, നിങ്ങൾ ഊമകളാണല്ലോ അല്ലേ. ദൈവത്തോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു 1000 തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അടുത്തിടയിലാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചൊരു സംഭവം. അടുത്തിടെ നമ്മുടെ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയല്ലേ. പുള്ളിക്ക് മട്ടൻ ബിരിയാണി ഇടയ്ക്കൊരു ദിവസം കിട്ടിയില്ല, പുള്ളി അതുകൊണ്ട് ചാടിയതാ. പക്ഷേ പോലീസ് പെട്ടെന്ന് പിടിച്ച് മട്ടൻ ബിരിയാണിയുടെ കൂടെ പുള്ളിക്ക് വല്ലതും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് തിരിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയതിനോട് ബന്ധപ്പെട്ട് വാർത്തകൾ ഇങ്ങനെ വന്നപ്പോഴാണ് സൗമ്യ വധക്കേസിൽ സൗമ്യയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഷേർലി വാസു എന്ന് പറയുന്ന ഡോക്ടറുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും സന്ദർഭവശാൽ അതൊന്നും കണ്ടു. അവർ പറയുകയാണ്, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദാരുണമായൊരു മരണമായിരുന്നു സൗമ്യയുടേത്. വളരെ മൃഗീയമായ മുറിവുകൾ അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഈ പല്ലും മോണയും ഒക്കെ കൂടി അസ്ഥിയൊക്കെ കൂടി ഒടിഞ്ഞിട്ട് തൊണ്ടയിൽ വന്ന് കുരുങ്ങിക്കിടന്ന് മുരൾച്ച മാത്രം ഉണ്ടായിരുന്നു. ആ സ്ത്രീയാണ് ആ മനുഷ്യൻ ഭോഗിച്ചത്. അവനെ പോയി ആളൂർ ഇറക്കിക്കൊണ്ട് വന്നു, പുള്ളിയും പെട്ടുകയായി. ഏതായാലും ആ മകളുടെ ദാരുണമായ അന്ത്യം കണ്ട ഒരമ്മ ഈ കേരളത്തിലുണ്ടല്ലേ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അടുത്തിടയിൽ ഒരു വാർത്ത കണ്ടു, സൗമ്യയ്ക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഒരു ജോലിയൊക്കെ കൊടുത്തു. അടുത്തിടയിലൊരു വാർത്ത വന്നു, ആ മനുഷ്യൻ അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനടുത്ത് മരണപ്പെട്ട് കിടക്കുന്നു. ആ അമ്മ ഇന്നും ഈ കേരളക്കരയിൽ ജീവിച്ചിരിക്കുമ്പം നമ്മൾ ഉറുമ്പുകടി വേദനകളുടെ നടുവിൽ നമ്മൾ ദൈവത്തോട് പറയും, എന്നാലും നീ എന്നോടിത്. നമുക്ക് എന്തെങ്കിലും ദൈവത്തോട് പരാതിപ്പെടാൻ എന്തുകൊണ്ടാണ് നമ്മൾ പരാതിപ്പെടുന്നത്? നമുക്കൊരു ചെറിയ പിശക് പറ്റിപ്പോയി. എന്താണെന്ന് ചോദിച്ചാൽ അനുഗ്രഹങ്ങളെ എണ്ണാൻ നമ്മൾ മറന്നുപോയി. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ കറുത്ത ഉപ്പായം നീട്ടി നിൽക്കുന്നതിൽ ഒരുപാട് പേരുടെ കണ്ണുനീരും സഹായമുണ്ട്. എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യവുമല്ല, എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി അയച്ച ചില വഴികളിലൂടെ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം. കൃപകളെ എണ്ണിയാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് പരാതി ഉണ്ടാകത്തില്ല. മൂന്നാമത്തേത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹാവ് യു എവർ ഫെൽറ്റ് ലൈഫ് വാസ് അൺഫെയർ ടു യു?
ജീവിതം അത്ര നീതിയോടെയല്ല എന്നെ പെരുമാറുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ഇപ്പം ഞങ്ങളൊന്ന് സ്റ്റേബിളായി വരുന്നേ ഉള്ളൂ, ഒരു വീടൊക്കെ വെച്ച്. അപ്പോഴാണ് മാരകമായൊരു ക്യാൻസർ ബാധിച്ചത്. ഞങ്ങൾ എന്നാ ചെയ്യും? ജീവിതം അത്ര നീതിയോടുകൂടിയല്ല പെരുമാറിയത്. നമ്മൾ ചോദിക്കും നമ്മുടെ ദുരനുഭവങ്ങൾ അല്ലല്ലേ. നമ്മുടെ അടുത്താണ് പത്തനാപുരത്ത് ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, കേട്ടിട്ടുണ്ടോ? ഗാന്ധി ഭവനിൽ ഒരു പെൺകുട്ടിയെ കിട്ടി. ഗർഭിണിയായ, ഭർത്താവ് ഉപേക്ഷിച്ച, ഭർത്തൃപീഡനത്തിൽ സഹികെട്ട ഒരു പെൺകുട്ടി. അവളെ ഗാന്ധി ഭവനിൽ കൊണ്ടുവന്നു. അവൾ അവിടെ വെച്ച് പ്രസവിച്ചു. അവൾ കൊണ്ടായതും ഒരു പെൺകുഞ്ഞാണ്. ജീവിതത്തിൽ ഒരു പ്രത്യാശയും പോകാൻ മുൻപോട്ടൊരു വഴിയുമില്ലാത്ത ആ പെൺകിടാവിന് കിട്ടിയതും ഒരു പെൺകുഞ്ഞിനെ. നിരാശപ്പെട്ട് അവളോട് ഗാന്ധി ഭവൻകാർ പറഞ്ഞു, നമുക്ക് ഇവിടെ പിറന്ന കുഞ്ഞായതുകൊണ്ട് ഇതിനൊരു നൂല് കെട്ടണം, വേണ്ടേ? അതുകൊണ്ട് ഗാന്ധി ഭവൻകാർ പറഞ്ഞു, നമുക്ക് ഇവർക്ക് 28-നല്ലേ കെട്ടുന്നത് വെച്ചാൽ നൂല് കെട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധി ഭവൻകാർ നൂല് കെട്ട് നിശ്ചയിച്ച ദിവസത്തിൽ ആ ദേശത്തുള്ള തൊഴിലുറപ്പിലെ സ്ത്രീകൾ, അയൽക്കൂട്ടത്തിലെ സ്ത്രീകൾ ഗാന്ധി ഭവൻ സന്ദർശിക്കാൻ വന്നു. തൊഴിലുറപ്പുകാരെന്ന് പറഞ്ഞാൽ വല്ലവൻ്റെയും പറമ്പിലെ പോച്ചയും വെള്ളവും ഒക്കെ പറിക്കുന്ന സാധാരണപ്പെട്ട സ്ത്രീകളാണ്. ദരിദ്രരായ ഒരു കൂട്ടമാണ് അവിടെ വന്നത്. അക്കൂട്ടത്തിൽ ദരിദ്രകളുടെ രാജ്ഞിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു വിലാസിനി ചേച്ചി. ക്യാൻസർ രോഗിയാണ്, കണ്ടാലേ ഒരു അയ്യോ പാവം. വിലാസിനി ചേച്ചിയും ഗാന്ധി ഭവൻ കാണാൻ എന്ന് വന്നിട്ടുണ്ട്. അവരുടെ മുൻപിൽ വെച്ചാണ് ഈ പെൺകുഞ്ഞിന് നൂലുകെട്ട്. വിലാസിനി ചേച്ചിയുടെ ജീവിതത്തിൽ ഈ ക്യാൻസർ രോഗം മുൻപോട്ട് പോകാൻ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത വിലാസിനി ചേച്ചിയുടെ ജീവിതത്തിൽ ഒറ്റ സമ്പാദ്യമേ ഉള്ളൂ. വാഴനാര് പോലത്തെ ഒരു മാല, ഒരു സ്വർണ്ണമാല കഴുത്തേ കിടപ്പുണ്ട്. വിലാസിനി ചേച്ചി നോക്കിയപ്പം ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു പെൺകൊടി, ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു പെൺകുഞ്ഞിനെ കയ്യിലേന്ത് നിൽക്കുമ്പം ഒരു കറുത്തരേട് അതിൻ്റെ അരയെ കെട്ടാൻ പോകുന്നു. വിലാസിനി ചേച്ചിയുടെ ചങ്ക് പൊള്ളിപ്പോയി. ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ഈ കഴുത്തേ കിടന്ന് വാരനാര് പോലത്തെ മാല ഊരി വിലാസിനി ചേച്ചി പെൺകുഞ്ഞിനെ ഇട്ടുകൊടുത്തു. ഇവിടെ കാതോലിക്ക ബാബ തൊട്ട് എല്ലാ മെത്രാച്ചന്മാരും പുറകെ നടന്ന് പറയുക, പാവപ്പെട്ട പെൺപിള്ളാരെ കെട്ടിക്കാൻ നിങ്ങളുടെ സ്വർണത്തിൻ്റെ മാലയുടെ ഒരു കണ്ണിതാ. പക്ഷെ നമ്മൾ കുലുക്കിയിട്ടും നമ്മുടെ സ്വർണ്ണം ഒന്നും താഴോട്ട്. എന്നിട്ട് നമ്മൾ വായിക്കുന്ന വേദഭാഗം ഏതാ? രാജാക്കന്മാരുടെ പുസ്തകം. ഏലിയാവിനെ പോറ്റിയ അല്ലേ, വിധവയാണ് ഞങ്ങളുടെ ദൈവമേ കുലുക്കി ഇറങ്ങും. നിങ്ങൾ ഓർത്തണം, ഏലിയാവിനെ പോറ്റിയ വിധവ അവൾ അവിടം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചവളല്ല. ഞാൻ എൻ്റെ അടുക്ക് വരുന്ന എല്ലാവരോടും പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ തമ്പുരാൻ ആർക്കും കടക്കാരനല്ല. നിങ്ങൾ ഒരു പാത്രം വെള്ളം കൊടുത്താൽ നിങ്ങൾക്ക് അതിനും പ്രതിഫലം നൽകാതിരിക്കില്ല എന്ന് വേദപുസ്തകത്തോട് അരുളി ചെയ്തവനാ. ആണോ? വിലാസിനി ചേച്ചി തനിക്കെന്തിനി കിട്ടുമെന്നോ, തൻ്റെ ഭാവി പോകുമെന്നോ, തൻ്റെ സമ്പാദ്യം ഉലഞ്ഞു പോകുമെന്നോ വിചാരിക്കാതെ കൊടുത്തപ്പം വാഴനാര് കൊടുത്ത് വിലാസിനി ചേച്ചിക്ക് കയറ് പോലത്തെ മാല കിട്ടിയെന്നാണ് പറയുക. എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഇനി ആരും പത്തനാപുരത്തിന് വെച്ച് പിടിക്കണ്ട കേട്ടോ. വേണമെങ്കിൽ ആ സ്ത്രീക്ക് പറയാം, ഇത് സ്വാഭാവികമായ ജീവിതത്തിൻ്റെ അനുഭവമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞ് ഒരു ഹൈന്ദവ സ്ത്രീ നമ്മുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്നില്ലേ? നമ്മുടെ വിശ്വാസ ജീവിതത്തെ ചോദ്യം ചെയ്യുന്നില്ലേ? നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ അയ്യം വിളിക്കുമ്പം നമ്മളെ ലജ്ജിപ്പിക്കുന്നില്ലേ? ഞാൻ ഇന്നും ഒരുപാട് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചുമതലയിൽ നിന്നാണ് വരുന്നത്. മറ്റുള്ളവൻ്റെ മുൻപാകെ പാത്രം നീട്ടി ഒരാൾ നിൽക്കുമ്പോൾ ഓർത്തോണം, കൊടുക്കുന്ന നമുക്കൊരു അഹങ്കാരം ഉണ്ടായേക്കാം. പക്ഷെ മേടിക്കുന്ന, താഴെ കൈപിടിച്ചിരിക്കുന്ന ഇവനും ഒരു അഭിമാനമുണ്ടെന്ന് ഓർത്ത് വിളമ്പുമ്പോഴാണ് ദൈവം നമ്മുടെ പാത്രങ്ങളെ നിറയ്ക്കുക. അല്ലേ? നമ്മളും ഇന്ന് ചാരിറ്റിയാ. ഞങ്ങളുടെ ഭദ്രാസനത്തിൽ ഒരാൾ പള്ളിക്ക് പൈസ കൊടുത്തു. കൊറോണ സമയമാണ്. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ കൊറോണ സമയത്ത് പള്ളികളിൽ ആരും വരുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ അച്ഛനൊരു മെസ്സേജ് ഇട്ടു, നിങ്ങളെല്ലാവരും മാസവരി കൃത്യമായിട്ട് അടയ്ക്കണം, ശമ്പളക്കോട്ട അടയ്ക്കാനാ. അപ്പം അച്ഛന്മാരെ ട്രോളാൻ നിങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഒരുത്തൻ തിരിച്ച് മെസ്സേജ് ഇട്ടു, അച്ഛാ ഞങ്ങൾ യൂട്യൂബിലായി ഇപ്പോൾ കുർബാന കാണുന്നത്, പിന്നെ എന്തിനാണ് മാസവരി? അച്ഛന് വലിയ സങ്കടമായി. പണ്ടേ ഒരു തല്ലുകൊള്ളി അച്ഛനായതുകൊണ്ട് അച്ഛൻ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞു. ഞാൻ അച്ഛനൊരു ടിപ്പ് പറഞ്ഞു കൊടുത്തു. അച്ഛൻ തിരിച്ച് അവനൊരു വോയിസ് മെസ്സേജ് ഇട്ട്, നിൻ്റെ ആരെങ്കിലും ചത്തുപോയാൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയോ, അതോ പള്ളി കൊണ്ടുവന്ന്? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ ഭയങ്കര പ്രവൃത്തിയിലുള്ളവരാ. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സഹനത്തിൽ നമ്മൾ പറയും, ഞങ്ങൾ ഇച്ചിരിയും കൂടെ മെച്ചപ്പെട്ടിട്ട് ഇല്ലേ, നമ്മൾ ഇച്ചിരിയും കൂടെ മെച്ചപ്പെട്ടിട്ട്. ഞാൻ കിഡ്നി കൊടുത്തത് കൊണ്ട് ആ നാട്ടിലുള്ളവരുടെയൊക്കെ വിചാരം എൻ്റെ അടുക്ക വന്ന ഏത് കിഡ്നിക്കും കൊടുത്തെന്നുള്ളതല്ലാതെ എനിക്കതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്തൊരച്ഛനാണ്. അപ്പം എൻ്റെ അടുത്ത് ഒരു ഹൈന്ദവ സ്ത്രീ വന്നു, ഒരു പെൺകുഞ്ഞുണ്ട്, അവളുടെ കിഡ്നിയും ലിവറും പോയതാ, രണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അപ്പം എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? സഹോദരൻ പദ്ധതിയിലോട്ടൊരു കത്ത് കൊടുത്തു. പക്ഷെ അതുകൊണ്ട് പോരാ, 19 ലക്ഷം രൂപ വേണം.
അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു നിവൃത്തിയില്ല വേറെ സഹായിക്കാൻ, ആളുകളോട് ചോദിക്കാനും മടിയുള്ള അച്ഛനെ, പിരിക്കാൻ വലിയ കഴിവില്ലാത്തൊരച്ഛനാ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാ മാസവും, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഭർത്താവില്ലാത്ത സ്ത്രീയാണ്, ഞാൻ പറഞ്ഞു എല്ലാ മാസവും നിങ്ങളുടെ പലചരക്ക് സാധനങ്ങൾ ഞാൻ മേടിച്ചു തരാം. അപ്പം അതിങ്ങനെ തുടരെ ഇങ്ങനെ പ്രസംഗം കിട്ടുന്നതിൽ നിന്നൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തോണ്ടിരുന്നു. ഒരിക്കൽ മേടിച്ചു കൊടുക്കാൻ എൻ്റെ ഞാൻ പാപ്പരായിട്ടിരിക്കുക, പാസ്റ്ററി എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യമായി. ഞാൻ ഫോൺ എടുത്തിട്ട് അവരോട് വല്ലാതെ അങ്ങ് കയർത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കയ്യിൽ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല, എനിക്ക് സൗകര്യമുള്ളപ്പം. എന്നിട്ട് ഞാൻ ഒട്ടും കുറയ്ക്കാതെ സന്ധിക്ക് പോയി അവിടെ നിന്നിട്ട്, ദൈവമേ നീ പരിശുദ്ധനാവുന്നു. കർത്താവ് എന്നോട് ചോദിച്ചോട്ട്, തനിക്ക് നാണമില്ലേ? ആ ഒരു ഗതിയും പരഗതിയില്ലാത്ത സ്ത്രീ അവളുടെ ജീവിതത്തിൽ ആ ഒരു നേരത്തെ ആഹാരത്തിന് തന്നിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വിളിച്ചപ്പം അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് താൻ ഇവിടെ വന്ന് എത്ര കുമ്പിട്ടിട്ട് എന്ത് കാര്യം? ഞാൻ ലജ്ജിച്ചു പോയി. ഞാൻ എവിടെ നിന്നെങ്കിലുമൊക്കെ പണം മേടിച്ച്, ഇപ്പം പ്രമോദം അന്നദാന പദ്ധതി എന്ന് പറഞ്ഞ കാതോലിക്ക ബാബയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അച്ഛൻ അത് ഓർപ്പിച്ചതുപോലെ ഏകദേശം 16 ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കുക. അപ്പം അതിൻ്റെ അരിയും പയറും ഒക്കെ എൻ്റെ കയ്യിലാണ്. ഞാൻ ബാബ എന്നെ താക്കോലേൽപ്പിച്ചത് കൊണ്ട് കുമ്പസാരം കേട്ടോ പറയരുത് പുറത്ത്. ഞാനത് തുറന്നിട്ട് കുറച്ച് അരിയും പയറും ഒക്കെ അതിൽ നിന്ന് കട്ടെടുത്തു. പിന്നെ ഉള്ള പൈസ കൊണ്ട് ബാക്കി സാധനങ്ങൾ മേടിച്ച് അവർക്ക് കൊടുത്തു. പിറ്റേ ദിവസം വൈകിട്ട് ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ 2 ദിവസമായിട്ട് പട്ടിണിയായിരുന്നു, ഞങ്ങൾക്ക് തരാൻ ആരുമില്ല. ഇന്ന് അച്ഛൻ തന്ന അരി ഇട്ട് കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പം എൻ്റെ കുഞ്ഞെന്നോട് പറഞ്ഞു, അച്ഛനെ വിളിച്ചിട്ട് ആദ്യം അമ്മ ഇത് പറയണമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വാക്ക് ഞാൻ കേട്ടത് അതാണെന്ന് ഞാൻ പറയും. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ കൊടുത്തത് കൊണ്ട് എനിക്ക് വലിയ മേന്മയൊന്നുമില്ല. ഉണ്ടോ? എന്നെ സ്വർഗരാജ്യത്തിലേക്ക് ഒരു പടി കൂടി കയറ്റാൻ എന്നെ സഹായിച്ച ധീര വനിതയുടെ പേരാണ് ആ സ്ത്രീ, അല്ലേ? നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ കൈ കൊണ്ടൊരു സാധനം കൊടുക്കുമ്പം കൊടുക്കുന്ന കൈ നമ്മുടെ മേളിലാണെന്ന് ചിന്തിച്ചാൽ ദൈവം അവിടം കൊണ്ട് അവസാനിപ്പിക്കും. മേടിക്കുന്നവനും ഒരഭിമാനമുണ്ടെന്ന് മനസ്സിലാക്കി ദൈവം തന്നതിനെ പകർന്നു കൊടുക്കണം. അതുകൊണ്ടാണ് മനോഹരമായൊരു ഒരു വാക്യം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. എനിക്കൊന്ന് ബോബി ജോസഫൻ പറഞ്ഞതാ, എനിക്കപ്പം കിട്ടിയത് എവിടുന്നാണെന്ന് കൂട്ടി യാചകനോട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷം. എനിക്ക് തമ്പുരാൻ തന്നത് കൃപകളിൽ നിന്ന് എൻ്റെ കൂട്ടി യാചകന് കൂടെ വീതിച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷം, അല്ലേ? അപ്പം നമ്മൾ പറയും, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി മാറിയിട്ട് വേണ്ടേ അച്ഛാ? പക്ഷെ അതുകൊണ്ടാണ് നിർധനയായ വിധവയുടെ ചില്ലിക്കാശിന് ദൈവം വിലയിട്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും, ജീവിതം അത്ര നീതിയോടുകൂടി അല്ല എന്നോട് പെരുമാറുന്നത്. പക്ഷെ അതിൻ്റെ മധ്യേയും നമുക്ക് ഒരു ഉദ്ദേശം കണ്ടെത്താൻ സാധിക്കും. കോട്ടയം ഭദ്രാസനത്തിൻ്റെ കാലം ചെയ്ത ഈവാനീസ് തിരുമേനി നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ചെങ്ങന്നൂരുകാരൻ, ഈ ഭാഗത്തുകാരനായിരുന്നു. തിരുമേനി എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്, കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം. അപ്പം ഞാൻ ഏലിയാസ് തിരുമേനി ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെ കഴുത്തെ കുരിശുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഈ അച്ഛൻ വന്നപ്പോൾ തൊട്ട് ചോദ്യം, അതുകൊണ്ടാണ് അച്ഛൻ പിണങ്ങിപ്പോയേ. വന്നപ്പോൾ തൊട്ട് അച്ഛൻ ചോദ്യമാണ്, ഞങ്ങളിങ്ങനെ ചോദിച്ചിട്ടും പോലെ. ഇപ്പോൾ ഏലിയാസ് തിരുമേനി ഒരിക്കൽ സെമിനാരി വന്ന് ഇത് ചോദിച്ചു. ഇനി ഞാൻ പറയുന്നത് എൻ്റെ വാക്കല്ല കേട്ടോ, എന്നെ ജീവനോടെ വിടണം. ഏലിയാസ് തിരുമേനി വന്നിട്ട് ചോദിച്ചു, കഴുത്തെ കുരിശുള്ളവരൊക്കെ കൈപൊക്കി. അപ്പോൾ സെമിനാരി പിള്ളേർ പകുതി പേരൊക്കെ കൈപൊക്കി. അപ്പോൾ തിരുമേനി പറഞ്ഞു, നല്ല പട്ടിയുടെ കഴുത്തേലൊക്കെ ഒരു ഇത് ഞാൻ പറഞ്ഞതല്ലേ. എന്തിനാണ് നമ്മൾ കുരിശ് ധരിക്കണമെന്ന് പിതാക്കന്മാർ പറയുക? ചിലരുടെ ധാരണ ഈ കുരിശെന്നൊരു നീല വെളിച്ചം വന്നിട്ട് മാടനെയും മറുതയൊക്കെ ഓടിക്കും, അല്ലേ? ഞാൻ അടുത്തിടെ പുതുപ്പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. അപ്പം കുർബാനയും കൂടി ഉള്ളതുകൊണ്ട് കറുത്തുകുപ്പായും എൻ്റെ തടിക്കുരിശ്, ഞാൻ സന്യാസി ആയതുകൊണ്ട് തടിക്കുരിശൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു എന്നെ മൊത്തത്തിലൊരു കടമറ്റത്ത് കത്തനാരെ പോലെ തോന്നിയത് കൊണ്ടായിരിക്കാം കുറേ പേര് പ്രാർത്ഥിക്കാൻ വന്നു, തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാം. അപ്പം വന്ന കൂട്ടത്തിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, ആൺപിള്ളേരുണ്ട്. അവരുടെ എല്ലാ ആവശ്യം കല്യാണം നടക്കണം, പെണ്ണ് കിട്ടാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, വെള്ളയൊക്കെ ഇട്ട് കയ്യെ നല്ലൊരു സ്വർണ്ണത്തിൻ്റെ ചെയിനുണ്ട്. ദൂരേന്ന് മനസ്സിലായി അവനൊരു ഗൾഫുകാരൻ, അത്രയ്ക്ക് നല്ല സ്പ്രേയുടെ മണമായിരുന്നു. അവൻ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നച്ച, കൊച്ചച്ച, അച്ഛ സർവ്വശക്തി എടുത്തൊന്ന് പ്രാർത്ഥിക്കണം. 33 വയസ്സായി, ദുബായിൽ എൻജിനീയറാണ്, പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താടാ നിൻ്റെ ഡിമാൻഡ്? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല, കാണാൻ നല്ലതായിരിക്കണം, നല്ല കുടുംബമായിരിക്കണം, അത്യാവശ്യം വിദ്യാഭ്യാസം വേണം, ദൈവഭയം ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ തടിക്കുരിശ് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരെണ്ണത്തിനെ കണ്ടിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഈ കുരിശിട്ടുകൊണ്ട് നടക്കുമായിരുന്നോ? അപ്പം നമുക്ക് ഈ ധാരണ എന്താ? ഇതുകൊണ്ടൊക്കെ ഭൗതികമായ ചില ശക്തികൾ ലഭിക്കും. അല്ല,
നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്, ഒരുവൻ എന്നെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ. നമ്മളിപ്പോൾ പള്ളിയിൽ യുവജന പ്രസ്ഥാനക്കാർ വരാത്തതിന് അച്ഛന്മാർക്ക് ആകെപ്പാടെ വെപ്രാളമാണ്. എന്ത് ചെയ്യും? ബിരിയാണി ചലഞ്ച് നടത്തും, ഷട്ടിൽ കളിപ്പിക്കും, അച്ഛന്മാരും കൂടെ കളിക്കും അല്ലേ. എന്നാൽ പോലും പിള്ളേരൊന്ന് വരാൻ പള്ളിക്കകത്തോട്ട് അവർ കയറത്തില്ല. പണ്ടും ഈ പ്രതിസന്ധി സഭയിലുണ്ടായിരുന്നു. അത് ബദനയുടെ അത്താനസിരുമേനി സിനഡി പറഞ്ഞൊരു കാര്യമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഷട്ടിൽ കളിപ്പിച്ചിട്ടല്ല കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരണ്ടേ. അങ്ങനെ വരുന്നവൻ പള്ളിയിൽ അധികകാലം എങ്ങനെയാണ് പള്ളി വരണ്ടേ? ഒരുവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ദൈവം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു കുരിശിൻ്റെ അനുഭവം തരും. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ധരിക്കുന്ന കുരിശ് ഒരു ഓർമ്മപ്പെടുത്തൽ. ഇത് ഇങ്ങനെ ചങ്കോട് ചേർത്ത് ഒന്ന് തൊടുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഒരവസാനമല്ല, ഇതൊരു വാതില. എന്താണ്? ഇതൊരവസാനമല്ല, ഇതൊരു വാതില. അതുകൊണ്ടാണ് വിശുദ്ധ ത്രോണോസിൽ, ഖബറിൻ്റെ സ്ഥാനത്തുള്ള ത്രോണോസിൽ, തൃത്വത്തിൻ്റെ അധിവാസനമായ സിംഹാസനത്തിൽ ഒരു ഒഴിഞ്ഞ കുരിശ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും ശുഭകരമായ സഭ തരുന്ന പ്രതീകമാണ്. ഇത് ജീവിതത്തിൻ്റെ അവസാനമല്ല. നമ്മൾ ചിന്തിക്കും, അയ്യോ ഇതുകൊണ്ട് തീർന്നു അല്ലേ. ചെങ്കടലിന് മുമ്പിൽ വന്ന ജനസമൂഹം പിറുപിറുത്തതുപോലെ അവർ മറന്നുപോയി, അത്രയും നാൾ നടത്തിയത് മറന്നുപോയി. അയ്യോ എന്ന് നിലവിളിച്ചവരോട് കർത്താവ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ വടി നീട്ടുക, ഇതിന് നടുവിലൂടെ ഒരു വഴി നിങ്ങളെ ഞാൻ കാണിക്കും. ഇല്ലേ? ഇത് തന്നെയാണ് ദേവാലയം നമ്മളോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കും, ഇത് കടപ്പാൻ കഴിയില്ല. പക്ഷെ അവിടെ ഈ കുരിശ് നമുക്കൊരു ബോധ്യം തരും, ഇതൊരു മതിലല്ല, ഇതൊരു വാതില. ബുദ്ധൻ്റെ ഏറ്റവും വലിയൊരു സ്നേഹിതനായിരുന്നു ബിംബിസാരൻ. ബിംബിസാര മഹാരാജാവിന് മക്കളില്ലായിരുന്നു. മക്കളില്ലാതിരുന്ന ബിംബിസാരന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഭാര്യ ഗർഭിണിയായി. അവർ വിചാരിച്ചു, എന്ത് കുഞ്ഞാണ് ജനിക്കുന്നതെന്നൊന്നറിയാൻ നമുക്ക് ജ്യോതിഷം നോക്കാം. ജ്യോതിഷിയെ വിളിച്ചു. കാരണം നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ വലിയ സ്ത്രീ ശാക്തീകരണമൊക്കെ പറഞ്ഞാലും പിള്ളേർ ജനിക്കുമ്പോൾ നമ്മൾ പറയും, ഒരാണായിരുന്നെങ്കിൽ, പെണ്ണാണെങ്കിൽ അല്ലേ. എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മകൾക്ക് വീണ്ടും ഒരു പെങ്കൊച്ചും കൂടി ഉണ്ടായി. അപ്പോൾ പുള്ളിക്കാരി തന്നെ വിളിച്ചിട്ട്, ഓ പെണ്ണ, പെൺപിള്ളേരുള്ളവർ ഭാഗ്യവാന്മാർ കേട്ടോ. അപ്പോൾ ഈ രാജാവ് ജ്യോതിഷം വെച്ചു. അപ്പോൾ ജ്യോതിഷി പറഞ്ഞു, പേടിക്കണ്ട, ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അവൻ അപ്പൻ്റെ ശത്രുവാകും. അപ്പൻ്റെ ശത്രുവായിട്ടാണ് അവൻ ജനിക്കുക. അതുകൊണ്ട് ഈ കുഞ്ഞ് ജനിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഒരുപാട് നാൾ കാത്തിരുന്നതല്ലേ. ഇവർ പറഞ്ഞു ജനിക്കട്ടെ. ജനിച്ച ഉടനെ ബിംബിസാരൻ ഈ മകന് ഒരു പേരിട്ടു, അജാത ശത്രു എന്ന് പറഞ്ഞാൽ ജനിക്കാതെ പോയ നിങ്ങളുടെ പിള്ളേർ കുരുത്തക്കേട് കാണിക്കുമ്പോൾ നീട്ടി അങ്ങ് വിളിക്കണം, എടാ അജാത ശത്രുവേന്ന് വിളിക്കണം. പല മക്കളും അങ്ങനെയാണ് കേട്ടോ. ഇനി കല്യാണം കഴിക്കാത്ത ഞാൻ ഒരു ഉപദേശം കൂടെ തരാം. മക്കളിൽ അധികം പ്രതീക്ഷയൊന്നും ആര് വെക്കണം? തമ്പുരാനി വെച്ചാൽ. അധികം പ്രതീക്ഷയൊന്നും മക്കളിൽ. അപ്പം ഈ ബിംബിസാരൻ വിചാരിച്ചു, ഈ മകൻ ഈ പേരിടുന്നതോടുകൂടി ശാപം അങ്ങ് പോകും. പക്ഷെ ഇവൻ യൗവനത്തിലെത്തിയപ്പം ഇവൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തു. അവൻ പറഞ്ഞു, രാജാധികാരം എനിക്ക് വേണം. അപ്പോൾ ബിംബിസാരൻ പറഞ്ഞു, അതിന് നീ വലിയ അക്രമമൊന്നും കാണിക്കണ്ട, ഞാൻ ബുദ്ധനെ പരിചയപ്പെട്ട ഒരു മനുഷ്യനാണ്, എനിക്കിനി കിരീടങ്ങൾ എന്തിനാ, സിംഹാസനങ്ങൾ എന്തിനാ, അധികാരം എന്തിനാ, സ്വമേധയാ വിട്ടു തരാം. അപ്പം മകൻ പറഞ്ഞു, അങ്ങനെ ചുമ്മാ തന്നാൽ അതിനൊരു വില ഉണ്ടാകത്തില്ല, പിടിച്ചെടുക്കണം. അതിനെന്ത് ചെയ്യണം? അപ്പനെ തടവിലാക്കണം. അതുകൊണ്ട് ഞാനൊരു കാരാഗ്രഹം പണിയാൻ പോവുകയാണ്. അപ്പം അപ്പനൊരു ഡിമാൻഡ് വെച്ചു. ഇനിയുള്ള ജീവിതം എവിടെയാ? കാരാഗ്രഹത്തില്ല. സ്വന്തം മകനായിടാം, പക്ഷെ അദ്ദേഹത്തിന് പരാതിയില്ല. പക്ഷെ ഒരു ഡിമാൻഡ് വെച്ചു. എന്താ ഡിമാൻഡ്? നീ എവിടെ കാരാഗ്രഹം പണിതാലും അതിനൊരു ചെറിയ കിളിവാതിൽ ഉണ്ടാക്കി തരണം. എന്തിനാ? ആ കിളിവാതിലിലൂടെ എനിക്കെന്നും മലയിലുള്ള എൻ്റെ ബുദ്ധനെ കാണണം. ഈ കിളിവാതിലാണ് നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തു സാന്നിധ്യം. ചിലപ്പോൾ നാളെ നമ്മൾ ഈ പ്രാർത്ഥനകളും നേർച്ചകളും എല്ലാം കഴിച്ചാലും, നിങ്ങൾ ഈ പെരുന്നാൾ ഏറ്റു കഴിച്ചാലും, ചിലപ്പോൾ നാളെ നിങ്ങൾക്കൊരു പ്രതിസന്ധി വരാം. ഇല്ലേ? എന്തിനാ പെരുന്നാൾ ഏറ്റു കഴിച്ചതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പറയും, അയ്യോ പെരുന്നാൾ ഏറ്റു കഴിച്ചിട്ടും എനിക്കിത് വന്നല്ലോ എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ഓർത്തോണം, അവിടെ നിങ്ങളുടെ വിശ്വാസം ഇതായിരിക്കണം, അവിടെയും എനിക്കൊരു കിളിവാതിലുണ്ട്. ആരിലേക്ക് നോക്കാൻ? ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന, ചെങ്കടലിന് നടുവിൽ വഴിയൊരുക്കുന്ന, തീച്ചൂളയിൽ എനിക്ക് സമനായി എന്നോട് കൂട്ടിറങ്ങുന്ന, വാളിൻ്റെ മുൻപിൽ ഭയക്കാതിരിക്കാൻ എൻ്റെ കയ്യെ പിടിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്.
ഇതാണ് വിശ്വാസിയുടെ ബോധ്യം. ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുക. അമ്മ പറഞ്ഞു, ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെ നടുവിൽ അവൾ പറയുന്നു, മൈ ലോഡ് ഈസ് മൈ സേവിയർ. എൻ്റെ ഉടയവൻ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സംഗ്രഹം എന്തായിരിക്കും? കിടക്കുമ്പം നമ്മുടെ സംഗ്രഹം എന്തായിരിക്കും? ഞാൻ അടുത്തിടെ മസ്കറ്റിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ യുവജന പ്രസ്ഥാനക്കാരൻ എന്നോട് പറഞ്ഞു, ആദ്യത്തെ ഒരു സെഷൻ അച്ഛൻ്റെ അനുഭവങ്ങൾ പറയണം. 35 വർഷം കൊണ്ട് അനുഭവിക്കാമെന്ന് മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറയാം. ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, അച്ഛാ, ഈ ചെറുപ്പത്തിൽ ഈ കിഡ്നി കൊടുത്തേച്ചിരുന്ന അച്ഛനെ അവസാന കാലത്ത് നോക്കാൻ ആരെങ്കിലും കാണുമോ? പലരും എന്നോട് ചോദിച്ച ചോദ്യമാണ്. അപ്പം ഞാൻ ഈ കിടന്നപ്പോൾ ഒരു തീരുമാനമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം, എൻ്റെ മറ്റേ കിഡ്നി ഫെയിലിയറായി ഞാൻ മരിക്കത്തുള്ളൂ. ചിലപ്പോൾ ഡയാലിസിസിന് പൈസ ഇല്ലാതെ ഞാൻ വലയും. ചിലപ്പോൾ എൻ്റെ ഞാൻ കിടന്ന് എൻ്റെ ശരീരം അഴുകിയെന്ന് വന്നേക്കാം, എൻ്റെ തൊലി പൊട്ടിയെന്ന് വന്നേക്കാം, ഞാൻ അയ്യം വിളിച്ചേക്കാം, ഞാൻ പ്രതീക്ഷിച്ച പലരും വന്നില്ലെന്ന് വന്നേക്കാം. പക്ഷെ ഒരിക്കൽ എൻ്റെ തമ്പുരാൻ വന്ന് എന്നെ എടുത്തോണ്ട് പോകും, ഇല്ലേ? അന്ന് എൻ്റെ വിശ്വാസത്തിൻ്റെ അവസാന വാക്കിതായിരിക്കണം. ഞാൻ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, അപ്പാ, സമൃദ്ധമായ നിൻ്റെ ജീവനിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണം. ഞാൻ ത്രോണോസ് മുത്തി ഇറങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന വിശുദ്ധ ഞങ്ങൾ അച്ഛന്മാർക്കുണ്ട്. ഞാൻ അതിനോട് ചേർത്ത് ചൊല്ലുന്നതും എൻ്റെ കിടക്കയെ ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന ഇതാ. ഏതനുഭവത്തിലായിരുന്നാലും എത്ര കയ്പ്, ഞാൻ ചിലപ്പോൾ അയ്യം വിളിച്ചെന്ന് വന്നേക്കാം, ഒരു മനുഷ്യൻ എന്നെ സംരക്ഷിക്കാനില്ലെന്ന് വന്നേക്കാം, പക്ഷെ അതിൻ്റെ മധ്യ പരാതികൾ അപ്പുറം ഈ സമൃദ്ധമായ നിൻ്റെ ജീവനിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ സംഗ്രഹം എന്താണെന്ന് ഇന്ന് രാത്രി തൊട്ട് ചിന്തിക്കാൻ തുടങ്ങണം, വേണ്ടേ? 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തണം. 1, മീനിങ് ഓഫ് ലൈഫ് ത്രൂ എക്സ്പീരിയൻസ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തു അനുഭവത്തിൽ നിന്ന് ഇനിയും ഒരു പദ്ധതി ഉണ്ടെന്ന്, തനിക്ക് കൂട്ടുപോരാൻ ഉത്തമനായ ഒരു പുരുഷനുണ്ടെന്ന് കണ്ടെത്തിയ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തി. 2, മീനിങ് ഓഫ് ലൈഫ് ത്രൂ ആക്ഷൻ. പ്രവൃത്തിയിലാണ് വിശ്വാസം എന്ന് കാണിച്ചു തന്ന ഒരു പിറവിക്കുരുടനെ നമ്മൾ കണ്ടു. 3, മീനിങ് ഓഫ് ലൈഫ് ത്രൂ സഫറിങ്. നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ നിന്ന് ഒരു പദ്ധതി ദൈവത്തിന് പഠിപ്പിക്കാനുണ്ടെന്ന് ബോധ്യപ്പെട്ടു, ഇല്ലേ? ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഭീഷ്മരെ അറിയാമോ? മഹാഭാരതത്തിലെ ഭീഷ്മർ ഒരു നല്ല ഗുരുവാണ്. ഭീഷ്മരെ പഞ്ചപാണ്ഡവന്മാർക്ക് കൊടുത്തൊരു ഉപദേശമാണെന്നാണ് പറയുക. ഒരിക്കലൊരു സന്യാസിക്ക് ഒരു നായ്ക്കുട്ടിയെ കിട്ടി, ഒരു പട്ടിക്കുട്ടിയെ. അദ്ദേഹം മൃതപ്രായനായി പട്ടിക്കുട്ടിയെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. പാലും ചോറും ഒക്കെ കൊടുത്ത് പട്ടിക്കുട്ടി നല്ല ഗുണ്ടുമണിയായി. സന്യാസിയുടെ കാലിന് ചുറ്റും ഇങ്ങനെ തുള്ളിക്കളിച്ച് പിന്നെ ഇങ്ങനെ നടക്കി ആശ്രമത്തിൻ്റെ പരിസരത്തൂടെ. ഒരു ദിവസം കാട്ടിൽ നിന്ന് ഒരു ചെന്നായി ആശ്രമത്തിൽ മുറ്റത്തേക്ക് ചാടി വന്നു. പട്ടിക്കുട്ടി പേടിച്ചുപോയി. പട്ടിക്കുട്ടി ഓടിച്ചെന്ന് സന്യാസിയുടെ കാൽക്കൽ ഇങ്ങനെ വരണ്ടു നിന്നു. സന്യാസി അവൻ്റെ വിറയൽ കണ്ടിട്ട് മന്ത്രം ചൊല്ലി അവനെ ഒരു വലിയ ചെന്നായിയാക്കി. പിന്നെ അഹങ്കാരത്തോടു കൂടി കാട്ടിലേക്ക് ചെന്നു. ഇനി ചെന്നായി എനിക്ക് പേടിക്കണ്ട. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് ചെന്നപ്പോഴാണ് മതവിളകി ഒരു ആന കടന്നു വരുന്നു. ചെന്നായ പേടിച്ചു പോയി. ചെന്നായ നായക്കുട്ടി വീണ്ടും സന്യാസിയുടെ അടുക്ക് വന്നു. പേടിച്ചു പോയെന്ന് പറഞ്ഞു. സന്യാസി മന്ത്രം ചൊല്ലി ഇവനെ വലിയൊരു മതവിളകി ആനയാക്കി. കാട് കുലുക്കി ഇവൻ അങ്ങോട്ട് മുന്നോട്ട് ചെന്നപ്പോഴാണ് മതയാനയുടെ മസ്തകത്തടിച്ച് വീഴ്ത്തുന്ന ഒരു സിംഹം ഇങ്ങനെ ഗർജിച്ചുകൊണ്ട് വരുന്നു. മതയാന പേടിച്ച് വരണ്ട് തിരിച്ച് ആശ്രമത്തിൽ സന്യാസിയുടെ അടുക്കലെത്തി. സന്യാസി മന്ത്രം ചൊല്ലി ഇവനെ കാട്ടിലെ രാജാവായ ഏറ്റവും വലിയ സിംഹമാക്കി. പിന്നെ ഇവൻ കാട്ടിലോട്ട് പോയപ്പോൾ ഇവന് മനസ്സിലായി ബാക്കി എല്ലാ മൃഗങ്ങളും ഇവനെ പേടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. തൻ്റെ പഴയ ചരിത്രം, താൻ വെറും ഒരു പട്ടിക്കുട്ടിയായിരുന്ന ചരിത്രം അറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആരാ? ആ സന്യാസിയാ. ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും സന്യാസിയുടെ അടുക്ക പോകുന്നവരാ. ഇനി എങ്ങാണോ എൻ്റെ പഴയ കഥ സന്യാസി അവരോട് പറഞ്ഞു കൊടുത്താലോ? അപ്പോൾ സിംഹം തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, ഈ സന്യാസി അങ്ങ് കൊന്നുകളയാം. അലറി വിളിച്ചുകൊണ്ട് ആശ്രമമുറ്റത്തേക്ക് സിംഹം വന്നു. കഥ അവസാനിക്കുന്ന ഇങ്ങനെയാണ്. സന്യാസി പഴയ മന്ത്രം ചൊല്ലി ആ പഴയ നാട്ടിക്കുട്ടിയെ പിടിച്ച് ആശ്രമത്തിൻ്റെ മൂലയ്ക്ക് കെട്ടിയിട്ടു. ഈ വെൺമണിപ്പള്ളിയുടെ മുറ്റത്ത് നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ എണ്ണിയാലൊടുങ്ങാത്ത എന്തുമാത്രം അനുഭവങ്ങളിൽ നമ്മളെത്തി, അല്ലേ? പക്ഷെ ഇന്ന് നമ്മൾ പറയരുത് ഇതൊക്കെ എൻ്റെ മിടുക്കുകൊണ്ടാണെന്ന്. പറഞ്ഞാൽ നായ്ക്കുട്ടിയെ പിടിച്ചു കെട്ടിയതുപോലെ തന്നതൊക്കെ ഒരു നിമിഷം കൊണ്ട് തമ്പുരാൻ അല്ല, മറിച്ച് ഇതൊക്കെയും എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് വീണ്ടും 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 ജീവിതം കൊണ്ട്, ജീവിത സാക്ഷ്യം കൊണ്ട് തീർപ്പ് കൽപ്പിക്കുമ്പം നമ്മളറിയാത്ത ഇടങ്ങളിലൂടെ ദൈവം വീണ്ടും നമ്മളെ അനുഗ്രഹിക്കും. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തെ ഭരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.